എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ എണകളെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് കാണാം. സൂറത്ത് യാസീൻ നമുക്കൊക്കെ മനപ്പാഠമുള്ള അധ്യായമാണ്. ആ അധ്യായത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പറയുകയാണ്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. സുബ്ഹാനല്ലദീ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്, പടച്ചവൻ എത്ര പരിശുദ്ധവാനാണ്. സുബ്ഹാന എന്ന് പറയുന്നത് അത്ഭുതം പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ്. ശേഷമുള്ള വിഷയം അത്ഭുതകരമാണ് എന്ന് അറിയിപ്പ് നൽകുന്ന അറബിയിലെ ഒരു ഇടപെടലാണ് സുബ്ഹാൻ. നിങ്ങൾ നോക്ക്, സൂറത്ത് ഇസ്രാ മിഅ്റാജിന്റെ യാത്രയെ കുറിച്ച് തുടങ്ങുന്നിടത്ത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. ആ യാത്രയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നിടത്ത് അല്ലാഹു പറഞ്ഞു സുബ്ഹാനല്ലദീ, സുബ്ഹാനല്ലദീ. അത്ഭുതമുള്ളിടത്ത് മാത്രമേ ആ പദപ്രയോഗം അല്ലാഹു നടത്താറുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അത്ഭുതമാണ്, അത്ഭുതമാണ്. എന്താണ് അത്ഭുതം? ഇവിടെ പറഞ്ഞ അത്ഭുതം ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതിൽ നിന്ന്, അതുപോലെ നമ്മുടെ ശരീരങ്ങളിൽ നിന്ന്, നാം അറിയാത്ത ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ പടപ്പിന്റെ പ്രവിശാലമായ മുഴുവൻ വസ്തുക്കളെയും അല്ലാഹു പടച്ചത്, അല്ലാഹു സൃഷ്ടിച്ചത്, അല്ലാഹു സംവിധാനിച്ചത് ഇണകളായിട്ടാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഒറ്റ എന്ന സംവിധാനം അല്ലാഹു മാത്രമേ ഉള്ളൂ. അല്ലാഹു മാത്രമേ ഉള്ളൂ ഒരുവൻ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പടപ്പുകളെല്ലാം എണ സമ്പ്രദായമാണ്. ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ, നമ്മുടെ അറിവിന്റെ അകത്തുള്ളതാകട്ടെ പുറത്തുള്ളതാകട്ടെ, സർവ്വതും ഡബിൾ എന്ന രൂപത്തിലാണ് അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. പക്ഷെ അല്ലാഹു ഒരുവനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ജൂതനസറാക്കൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, കുഫാറുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആക്ഷേപസ്വരത്തിൽ പറഞ്ഞു അത്രേ, ഓ മുഹമ്മദേ, നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങൾക്ക് ലജ്ജയില്ലേ, നിങ്ങൾ എത്ര മോശക്കാരനാണ്, നിങ്ങൾക്ക് ഒരു ദൈവമല്ലേ ഉള്ളൂ, ഒറ്റ ദൈവം. ഞങ്ങൾക്കോ എവിടെയെല്ലാം ദൈവങ്ങളാണ്. ഞങ്ങളുടെ പോക്കറ്റിലുണ്ട് ദൈവങ്ങൾ, ഞങ്ങളുടെ സഞ്ചിയിലുണ്ട് ദൈവങ്ങൾ, ഞങ്ങളുടെ വീട്ടിലുണ്ട് ദൈവങ്ങൾ, ഞങ്ങളുടെ കച്ചവട കേന്ദ്രങ്ങളിലുണ്ട് ദൈവങ്ങൾ, ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാ സ്ഥലങ്ങളിലും ധാരാളം എണ്ണമറ്റ ദൈവങ്ങളുണ്ട് മുഹമ്മദേ. ഈ വലിയ ദൈവങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ദൈവത്തെ പരിചയപ്പെടുത്താൻ നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലമി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ലോകത്തിന്റെ മുഴുവൻ പ്രവാചകന്മാർക്കും സന്ദേശം എത്തിച്ചു കൊടുത്ത മലക്ക് നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിറകടിച്ച് പറന്നിറങ്ങുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ ഓതി കൊടുക്കുകയാണ്, നബിയെ നിങ്ങൾ വിഷമിക്കേണ്ട നബിയെ, നിങ്ങൾ അവരോട് യശസ്സോടെ അന്തസ്സോടെ ആർജവത്തോടെ പറയണം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പഴന ആ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത്. നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ, അല്ലാഹു ഒരുവനാണ്.
അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനാണ്, പരാശ്രയനാണ്. അല്ലാഹുവിനെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും അവനെ ആശ്രയിക്കൽ അനിവാര്യമാണ്. അതാണ് സമദ്. അല്ലാഹു സമദ്. ലം യലിദ് വലം യൂലദ്, അവൻ പിതാവെന്നോ പുത്രനെന്നോ വിശേഷണമുള്ളവനല്ല. അവൻ പിതാവെന്നോ പുത്രനെന്നോ വിശേഷമുള്ളവനല്ല. അവൻ ആർക്കും ജന്മം കൊടുത്തിട്ടില്ല, അവൻ ആരിൽ നിന്നും ജന്മമെടുത്തിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് സാമ്യമുള്ള ഒരു വസ്തുവില്ല, അവനോട് സാമ്യമുള്ള ഒരു ശക്തിയില്ല, അവനോട് സാമ്യമുള്ള ഒരു യുക്തിയോ ഒരു മന്ത്രമോ ഒരു യന്ത്രമോ ഒരു തന്ത്രമോ ഇല്ല. അല്ലാഹുവിന്റെ ആ വിളിയാളം വന്നപ്പോഴത്തേക്ക് മറുപടിയായി പോയി. എത്ര അത്ഭുതമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പടച്ച റബ്ബെന്ന ആ ഒരു പ്രതിഭാസത്തെ ലോകം മുഴുവൻ കോടാനകോടികൾ ഒരൊറ്റ ദിശയിലേക്ക്, ഒരൊറ്റ ചിന്തയിലേക്ക്. ഇന്ന് വരെ പ്രതിരൂപമില്ല, ഒരു പ്രതിഷ്ഠയില്ല, ഒരു പ്രതീകമില്ല. അല്ലാഹുവിലേക്ക്, ആ അസ്തിത്വത്തിലേക്ക് ഓരോ മനസ്സുകളും കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. എന്ത് ആനന്ദമാണ് ഒരു മുഅ്മിനായ മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോൾ, എന്ത് സന്തോഷമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് വലിയവൻ, നീയാണ് വലിയവൻ, കഴിവില്ലാത്തവനാണ് ഞാൻ വെറും കഴിവില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് കൈകെട്ടി പടച്ചവനിലേക്ക് സർവ്വതും സമർപ്പിക്കുന്ന ഒരു മുസ്ലിമിന് സന്തോഷമുണ്ടാകുന്ന ആ നിസ്കാര സമയം പോലെ ഏത് പ്രവൃത്തിയിലും അവന് സന്തോഷം ഉണ്ടാവില്ല. ആവട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു മാത്രമേ ഒരുവനുള്ളൂ. ബാക്കിയെല്ലാം അല്ലാഹു തആല പടച്ചിട്ടുള്ളത് ഇണകളായിട്ടാണ്. അല്ലാഹുവിന്റെ ഖുർആൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. എല്ലാം ഇണകളായിട്ടാണ്. മനുഷ്യരിൽ ആണും പെണ്ണും പ്രത്യേകിച്ച് പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജന്തുക്കളിലും ആണും പെണ്ണുമുണ്ട്, അതും പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സസ്യങ്ങളിൽ ഉണ്ടായത് കൊണ്ടാണ് പൂക്കൾ വിടരുന്നത്, ഫലങ്ങൾ കായ്ക്കുന്നത്. അതും നമുക്ക് ചെറിയൊരു പ്രൈമറി നോളജ് ഉണ്ടായാൽ തിരിയുന്ന കാര്യമാണ്. പരാഗണം അടക്കമുള്ള വിഷയങ്ങൾ. ചിലപ്പോ നമ്മൾ ചില തൈകൾ വെച്ചാൽ കായ്ക്കൂല. എന്താ കാരണം? അതിൽ പരാഗണം നടന്നിട്ടില്ല, അതൊരു ഇണത്തൈയില്ല. ചില തൈകൾ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ അപ്പൊ ഇണകൾ ആ തൈകളിലുമുണ്ട്, സസ്യങ്ങളിലുമുണ്ട്, ജന്തുക്കളിലുമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രപഞ്ചത്തിലുള്ള സർവമാന വസ്തുക്കളിലും ഇണകളുണ്ട്. കരയ്ക്കൊരു കടൽ എന്നതുപോലെ, കരയും കടലും രാവിലൊരു പകൽ എന്നതുപോലെ, സുഖത്തിനൊരു ദുഃഖം എന്നതുപോലെ, തണുപ്പിന് ചൂടെന്നതുപോലെ, വെളിച്ചത്തിന് ഇരുട്ടെന്നതുപോലെ, പോസിറ്റീവിനൊരു നെഗറ്റീവ് എന്നതുപോലെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാദ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഒരൊറ്റായത്തിലെല്ലാം അല്ലാഹു തആല ഉൾപ്പെടുത്തി. നമുക്കറിയാത്ത മേഖലകളിലും അല്ലാഹു തആല ഇണകളെ വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ്. തന്മാത്രകൾ അതിന്റെ ഉള്ളിലേക്ക് പോയി 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 അവസാനം ഇപ്പോ കോർക്കുകൾ എന്ന് പറയുന്ന ഒരു സംഭവം വരെ മനുഷ്യൻ കണ്ടെടുത്തു. വിശദീകരിക്കുന്നില്ല സമയം പോലെ. അതിലും ഇണകളുണ്ട്. അപ് കോർക്കുമുണ്ട്, ഡൗൺ കോർക്കുമുണ്ട്. സുബ്ഹാനല്ലാഹ്. ലോകത്തെ മുഴുവൻ അല്ലാഹു തആല അങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നത്, ഇണകളായി. അതിനെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നത് അത്ഭുതമാണ് അത് എന്നാണ്. അപ്പൊ ഒരാണും പെണ്ണും ഇണചേരുന്നതും കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുന്നതും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തമാണെന്ന് മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സാധാരണ നമ്മൾ പല മാനദണ്ഡങ്ങളും വിവാഹം കഴിക്കുന്നതിന് വേണ്ടി വെക്കാറുണ്ട്. ഇവിടെ ഉണ്ടോന്നറിയില്ല. ചില ആളുകൾ പറയും നല്ലൊരു കുടുംബത്തിൽ നിന്ന്, ഒരു തറവാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറയും. ചില ആളുകൾ പറയും എന്തായിരുന്നാലും കുഴപ്പമില്ല, നല്ല സൗന്ദര്യം വേണമെന്ന് പറയും. ചിലവർ പറയും സൗന്ദര്യം കുറഞ്ഞാലും കുഴപ്പമില്ല, നല്ല സാമ്പത്തികം ഉണ്ടാവണമെന്ന് പറയും. അങ്ങനെ പല ഭൗതികമായ മാനദണ്ഡങ്ങളും വിവാഹ സംബന്ധമായി നമ്മൾ മുന്നോട്ട് വെക്കാറുണ്ട്.
നിങ്ങൾ ആലോചിച്ചു നോക്ക്, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മഹത്തുക്കളും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ ഫൾഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാണ്, വിവാഹം കഴിക്കപ്പെടുന്നത് ലിമാലിഹ, അവളുടെ മുതലിന് വേണ്ടിയാണ് സാധാരണഗതിയിൽ ആളുകൾ ചിന്തിക്കുന്നത്. വലി ഹസബിഹ, അവളുടെ കുടുംബം നോക്കിയിട്ടാണ്. വലി ജമാലിഹ, അവളുടെ സൗന്ദര്യം നോക്കിയിട്ടാണ്. വലി ദീനിഹ, ചില ആളുകളോ മതബോധമുള്ള ആളാണോ പെണ്ണാണോ എന്ന് നോക്കിയിട്ടാണ്. എന്തായിരുന്നാലും കുഴപ്പമില്ല, കുറച്ച് പണം കുറഞ്ഞാലും കുഴപ്പമില്ല, സൗന്ദര്യം കുറഞ്ഞാലും കുഴപ്പമില്ല, തറവാടിത്തം കുറഞ്ഞാലും കുഴപ്പമില്ല, സുബഹ് നിസ്കരിക്കാൻ എന്നെ കൂടി വിളിച്ചുണർത്തുന്നൊരു തരുണിയെ തരണേ അല്ലാ എന്ന് ദുആരക്കുന്ന ആണുങ്ങൾ എത്രയാണ്. പടച്ചവനെ അങ്ങനെയുള്ള രണയെ തരണേ റബ്ബേ എന്ന് ദുആ ചെയ്യുന്ന പെൺകൊടികൾ എത്രയാണ് പൊന്നുമോളെ. അതാണ് ബറക്കത്തുള്ള കുടുംബജീവിതം. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സ്വലാത്തുകളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നല്ല ഉശിരും ഉഷാറുള്ള സ്വലാത്തുകളൊക്കെ സാധാരണ ഇങ്ങനെയുള്ള പരിസരത്തിനൊക്കെ കാസർഗോഡ് ജില്ലയിൽ കർണാടക ഭാഗത്തൊക്കെ നല്ല സ്വലാത്താണ്. കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പറയാൻ തോന്നും, അത്ര നല്ല ഉഷാറാണ്. അപ്പൊ നിങ്ങൾ ചെല്ലുന്നുണ്ടാവും, കുറച്ചും കൂടെ ഒന്ന് റാഹത്തിൽ ചെല്ലണം പുരുഷന്മാർ. മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, വലിയ ബർക്കത്തുള്ള സംഗതിയാണ്, ഒരിക്കലും പാഴാകാത്ത സംഗതിയാണ്. ഏത് അമലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യദ്രി അഹദുൻ അഖ്ബലത് അം റുദ്ദത്. അല്ലാഹു സ്വീകരിക്കോ ഇല്ലേ നമുക്ക് ഉറപ്പില്ല, എവിഡൻസ് നമ്മുടെ ഇല്ല, തെളിവില്ല. പക്ഷെ ഒരു അമല് മാത്രം അല്ലാഹു സ്വീകരിക്കും. ഏതാണ്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ മുത്തഹീ വൽഹബീബിൽ അറബി. ഒരു സ്ത്രീ ഹസൻ ബസരി തന്നോടൊരു ദിനം പറയുന്നു വസനം പൂണ്ടതാണല്ലോ മനം. ഒരു സ്ത്രീ വന്ന് ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മകളൊന്ന് എനിക്കുണ്ടായിരുന്നു, മരിച്ചുപോയി, എനിക്കൊന്ന് അവളെ കാണണം സ്വപ്നത്തിലായി. തങ്ങളെ എനിക്കൊരു മകളുണ്ടായിരുന്നു, ആ മകള് മരിച്ചുപോയി, ആ മകളെ എനിക്കൊന്ന് കിനാവിൽ കാണണം, ഒന്ന് സ്വപ്നത്തിൽ കാണണം തങ്ങളെ. അതിനുള്ള മാർഗം തങ്ങളിൽ നിന്നാണ്, കിട്ടേണ്ടതും അത് തേടി വന്നവളാണ്. എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണേ തങ്ങളെ, എന്റെ മോളെ ഒന്ന് കാണാൻ എനിക്ക് വല്ലാത്ത പൂതി, അവള് മരിച്ചുപോയി, ഖബറിലാണ്. എന്തോ പറഞ്ഞു കൊടുത്തു കാണാനുള്ളത്, അത് കേട്ടു സന്തോഷത്തിലാണു നടന്നത്. തന്റെ മകളെ കാണാൻ വേണ്ടി എന്തോ ദിക്ർ മേടിച്ചു കൊണ്ടുപോയി. ആ സഹോദര സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ആ ദിക്ർ ചൊല്ലി കിടന്നു. അന്ന് രാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളെ സ്വപ്നം കാണുകയാണ്. പ്രിയപ്പെട്ട പൊന്നുമകളെ സ്വപ്നം കാണുകയാണ്. ഏത് രൂപത്തിലാണ് കാണുന്നതെന്നറിയുമോ? കൈകാലുകളെ ചെങ്ങലക്കിട്ടിരിക്കുന്ന രൂപത്തിലാണ്. കൈകാലുകളെ ചെങ്ങലക്കിട്ടിരിക്കുന്ന കോലത്തിൽ പ്രിയപ്പെട്ട പൊന്നുമോളെ സ്വപ്നം കാണുകയാണ്. അലമുറയിട്ട് കരയുകയാണ്. വല്ലാതെ വേദനാജനകമായ ശിക്ഷ അനുഭവിക്കുന്ന രൂപത്തിൽ പ്രിയപ്പെട്ട പൊന്നുമോളെ കണ്ടപ്പോൾ ഞെട്ടിയുണർന്ന് പൊട്ടിക്കരഞ്ഞു. ഇലാ ഹദറത്ത് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരടുത്ത് വന്ന് കാര്യം പറഞ്ഞു, തങ്ങളെ എന്റെ മകളെ ഞാൻ കണ്ടു, കൈകാലുകൾ ചെങ്ങലിൽ കിട്ടിയുകയാണ്, വല്ലാത്ത വേദനാജനകമായ രൂപത്തിലാണ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഞാൻ കണ്ടു തങ്ങളെ. ബഹുമാനപ്പെട്ടവർക്കും വിഷമമായി. സമാധാനിപ്പിച്ച് സ്വാന്തന വാക്കുകൾ പറഞ്ഞ് സമാശ്വസിപ്പിച്ചുകൊണ്ട് അവളെ മടക്കി അയച്ചു. ഒരുപാട് നാൾ കഴിഞ്ഞു, വിഷയം കഴിഞ്ഞു, കുറെ നാളായി.
കുറെ നാൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസരി റളിയല്ലാഹു തആല അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. എന്താ കാണുന്ന സ്വപ്നം? നല്ല കാണാൻ അഴകുള്ള സുന്ദരിയായ സുമുഖിയായ ഒളിമിന്നുന്ന വെട്ടിത്തിളങ്ങുന്ന സുന്ദര വദനത്തോടെ ഒരു കൊച്ചു പെൺകുട്ടി മുത്തുപൊഴിയുന്ന ചിരിയും ചിരിച്ച് ശിരസിൽ കിരീടവും ധരിച്ച് തങ്ങളോട് സ്വപ്നത്തിൽ വന്ന് ചോദിക്കുകയാണ്, തങ്ങളെ എന്നെ പരിചയമുണ്ടോ? തങ്ങളെ എന്നെ അറിയോ? തങ്ങളെ ഈ മോളെ അറിയോ? സ്വപ്നത്തിൽ തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, മോളെ നീ ആരാണ്? നിന്നെ എനിക്ക് പരിചയമില്ലല്ലോ. എന്റെ ഉമ്മ പണ്ട് പറഞ്ഞ കാര്യം ഓർക്കുമോ? എന്റെ ഉമ്മ എന്നെ കാണാൻ വേണ്ടി ദിക്ർ പഠിച്ചുകൊണ്ട് പോയില്ലേ, ആ മോളാണ് ഞാൻ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, മോളെ നിന്റെ ഉമ്മ കണ്ടത് ഇക്കോലത്തിലല്ലോ, നീ വലിയ വേദനയിലും ബേജാറിലും നരകശിക്ഷ അനുഭവിക്കുന്ന കോലത്തിലും കൈകാലുകൾ ചെങ്ങലക്കിട്ടിരിക്കുന്ന രൂപത്തിലാണല്ലോ കണ്ടത്. ഒരുപാട് മാറ്റമുണ്ടല്ലോ നിനക്ക്, നീ ഇപ്പൊ സന്തോഷവതിയാണല്ലോ, തലയിൽ ശിരസിൽ കിരീടമുണ്ടല്ലോ, സ്വർഗീയ ആരാമത്തിൽ ആറാടുന്ന സന്തോഷ പരിവേശത്തിലാണ് നിന്നെ ഇപ്പോൾ ഞാൻ കാണുന്നത്. എന്താണ് ഇത്ര പെട്ടെന്നൊരു മാറ്റമുണ്ടാകാനുള്ള കാരണം? പൊന്നുമോളെ എന്ന കൊച്ചു പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ആ പൊന്നുമോള് പറയുകയാണ്, തങ്ങള് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാനടക്കം 550 ആളുകൾ താമസിക്കുന്ന ഞങ്ങളുടെ ഖബർസ്ഥാനിൽ ഞാനടക്കമുള്ള പലരും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, വല്ലാത്ത ദുരിതത്തിലായിരുന്നു, വല്ലാത്ത അദാബിലായിരുന്നു. ആ സമയത്താണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആരോ ഒരാൾ ഞങ്ങളുടെ ഖബർസ്ഥാനിന്റെ പരിസരത്തുകൂടി ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നടന്നുപോയി. ആ സ്വലാത്ത് ഞങ്ങൾ ഖബറാളികൾക്ക് ഹദിയ ചെയ്തു. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തന്നു എന്ന് മാത്രമല്ല, അല്ലാഹു ഞങ്ങളുടെ ഖബറുകളെല്ലാം സ്വർഗീയ പരിവേശമുള്ളതും പരിമളമുള്ളതുമാക്കി അല്ലാഹു മാറ്റി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, നമ്മുടെ പലരും മരണപ്പെട്ട ഖബറുകളിലാണ്, മണ്ണറകളിലാണ്, ഇരുളടന്ന ഖബറാൻ. ഒരു സ്വലാത്ത് ഈ നിമിഷം തന്നെ ഈ ഒരു വിഷയം ഉള്ളിൽ ഉറപ്പിച്ച് ഈമാനോടെ ആ ഖബറിലേക്ക് നമ്മൾ നിയത്ത് ചെയ്ത് ചൊല്ലിക്കോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله جل صلاة الله. അപ്പൊ സ്വലാത്തിന്റെ വിഷയം വിട്ടുവരുന്നത് ഞാൻ ഇടയ്ക്ക് ചെറിയൊരു ആപ്പ് വെച്ചതാണ്. സ്വലാത്തിന്റെ കാര്യം വിട്ടുപോയിരിക്കാൻ വേണം. നമ്മുടെ വിഷയത്തിലേക്ക് പോവാം. ഹബീബ് മുഹമ്മദ് മുസ്തഫ നല്ല ഉഷാറിൽ വേണം. ഒരാൾ പോലും സ്വലാത്ത് എല്ലാം മടി കാണിച്ചാൽ അവന്റെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എന്താ പറഞ്ഞു? സ്വലാത്ത് ഉഷാറായിട്ട് ചെല്ലിയില്ലെങ്കിൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്, ഒരു ദൗർബല്യമാണ്. സ്വലാത്ത് ചെല്ലിയില്ലെങ്കിൽ പിന്നെയും ഞാൻ ആ വിഷയം പറയും. അപ്പൊ അതുകൊണ്ട് സ്വലാത്തിന്റെ കാര്യം വിട്ടു. അത്ര ഗൗരവമാണ് വിഷയം. മുഹമ്മദ് മുസ്തഫ അൽഹംദുലില്ലാഹ് ഈ ഊർജ്ജത്തിൽ അവസാനം വരെ ഉണ്ടാവും. ഇന്ന് മാത്രമല്ല, എല്ലാ സദസ്സിലും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും, മരണം വരെ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു ഖൈറാക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് സ്വപ്നം കാണാനുള്ള തൗഫീഖ് തരട്ടെ. ഒരുപാട് ആളുകൾ കണ്ട അനുഭവം പറഞ്ഞിട്ടുണ്ട്, പലരും കാണാൻ വേണ്ടി ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് ആ വിഷയം പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അല്ലാഹു നമുക്കും ആ തൗഫീഖ് തരട്ടെ. കണ്ടവർക്ക് ഇനിയും മനോഹരമായി കൂടുതൽ കാണാനുള്ള കണ്ണിന് കുളിർമയും സന്തോഷവും ഈമാനും തഖ്വയും വിശിഷ്യ മഹബ്ബത്തും അല്ലാഹു നമ്മുടെ ഖൽബിൽ തന്നെ അനുഗ്രഹിക്കട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. പല കാര്യത്തിനു വേണ്ടിയും ആളുകൾ വിവാഹം കഴിക്കാറുണ്ട്. നാലാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വലിദീനിഹാ, അവരുടെ മതബോധമുള്ള ഒരു പെണ്ണിനെ ആഗ്രഹിക്കുന്നവരുണ്ട്.
മതബോധമുള്ളൊരു ആൺകുട്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പടച്ചവനെ എന്നെ തെറ്റിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റുന്ന, എന്നെ തിന്മയിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റുന്ന ഒരു ഇണയെ നീ നൽകണേ അല്ലാ. ഞാൻ ദൗർബല്യമുള്ള ആളാണ്, ഞാൻ തിന്മയുടെ വഴിവക്കിലൂടെ സഞ്ചരിക്കുന്ന ആളാണ്, പാപകരമായ പ്രവർത്തനത്തിന്റെ പരിസരത്തു പോകുന്ന ആളാണ്. എന്നെ കൂടി സംസ്കരിച്ച് നന്മയുടെ വാതായനങ്ങളിൽ കൈപിടിക്കുന്ന ഒരു ഭാര്യ തരണയല്ല, ഒരു ഭർത്താവിനെ തരണയല്ല എന്ന് എത്ര പേരാണ് ദ്വാരക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് ദ്വാരക്കാൻ പറഞ്ഞൊരു ദ്വയുണ്ട്. പലപ്പോഴും നമ്മൾ പള്ളിയിൽ മിഹ്റാബിൽ നിന്ന് ഉസ്താദ് അവറുകൾ ആ ദുആ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, ആമീൻ പറയുകയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ മക്കളെയും ഖുർറത അയ്നുകളാക്കി തരണം അല്ലാഹ്. കണ്ണിന് കുളിർമയുള്ളവരാക്കി തരണേ അല്ലാഹ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് ഇമാമാകാനുള്ള ഭാഗ്യവും തരണേ അല്ലാഹ്. നിസ്സാരമായ പ്രാർത്ഥനയല്ലത്. എപ്പോഴാണ് കണ്ണിന് കുളിർമയുണ്ടാവുക? പാടത്തും പറമ്പിലും പാടുപെട്ട് പണിയെടുത്ത് ക്ഷീണിച്ച് വീട്ടിലേക്ക് മഗ്‌രിബ് നിസ്കരിച്ച് വീട്ടിലേക്ക് വരുന്ന ഭർത്താവ് കയറി വരുമ്പോ ഭാര്യയുടെ കയ്യിൽ മൊബൈൽ, അവൾ വാട്സാപ്പിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. ഒരു മോളെ നോക്കുമ്പോ അവിടെ ഐപാഡ്, വേറൊരു മോളുടെ കയ്യിൽ ഡെസ്ക്ടോപ്പ്, വേറൊരു മോനുണ്ട് അവൻ ലാപ്ടോപ്പിന്റെ മുമ്പിൽ. കുറെ ആള് സിനിമ കാണുന്നു, വേറൊരാള് കോമഡി കാണുന്നു, വേറൊരാള് ഗെയിം കളിക്കുന്നു. ഒരു വാപ്പ ക്ഷീണിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ ആ വാപ്പയെ ശ്രദ്ധിക്കാൻ ആരില്ല. ഇങ്ങനെ ഒരു കോലം. ഇതാണോ കണ്ണിന് കുളിർമ? ഈ കോലം കാണുമ്പോ കണ്ണിന് തീയാണ് പറയുക, കുളിർമയില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്താ കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞാൽ? എന്റെ പ്രിയപ്പെട്ടവരെ, മഗ്‌രിബ് നിസ്കരിച്ച് വീട്ടിലേക്ക് വരുന്ന, ഉദാഹരണമായി പറയുകയാണ്, മഗ്‌രിബ് നിസ്കരിച്ച് വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു പ്രിയപ്പെട്ട പ്രിയതമൻ, ഒരു ഭർത്താവ്, ഒരു ഒരു സഹോദരൻ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അൽഹംദുലില്ലാഹ് നിസ്കാര കുപ്പായമിട്ട് നിസ്കാര പായിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്യുന്നത് കാണാൻ ഭാഗ്യമുള്ള ഒരു ഭർത്താവ്. അതാണ് കണ്ണിന് കുളിർമ. അതാണ് കണ്ണിന് കുളിർമ. അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അവര് സ്വലാത്ത് ചൊല്ലുകയാണ്, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്, സൂറത്ത് യാസീൻ പാരായണം ചെയ്യുകയാണ്. ഇതാണ് കണ്ണിന് കുളിർമ. പടച്ചവനെ, അങ്ങനെയുള്ള ഒരിണയെ തരണമെന്ന് എത്ര ആളുകളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മമാരെ ദ്വാരക്കുന്നത്. തന്റെ മകന്, തന്റെ മകൾക്കൊരിണയ്ക്ക് വേണ്ടിയിട്ട് ദ്വാരക്കുമ്പോ ദീനീ ബോധമുള്ള, അച്ചടക്കമുള്ള, തോന്നിവാസം ചെയ്യാത്ത, തെമ്മാടിത്തരത്തിലേക്ക് പോകാത്ത, അല്ലാഹുവേ ഖൈറായ ബറക്കത്തുള്ള ഒരിണയെ നൽകണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ദുആരക്കുന്ന കുടുംബങ്ങൾ എത്രയാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായ വിഷയം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, സഹോദരിമാരെ, വളരെ ഖൈറായ നിലക്കുള്ള ജീവിതമുണ്ടാകണം, ബറക്കത്തായ നിലക്കുള്ള ജീവിതമുണ്ടാകണം. എപ്പോഴും പരസ്പരം അത്താണികളാകണം. അബ്രമാളിയിൽ, സിനിമാ ടാക്കീസിൽ, അല്ലെങ്കിൽ മൊബൈലിന്റെ ഡിസ്പ്ലേയിൽ, അല്ലെങ്കിൽ ടെലിവിഷന്റെ ഡിസ്പ്ലേയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്പ്ലേയിൽ, ശരിക്കും മനസ്സിലാക്കണേ, ഏതെങ്കിലും ഡിസ്പ്ലേയിൽ കണ്ട 3 മണിക്കൂർ ആരെങ്കിലും എഴുതി കുറിച്ചു വെച്ച തിരക്കഥയല്ല ജീവിതം. കുടുംബജീവിതം എന്താ തകരാനുള്ള കാരണം? എന്താ? മഹല്ല് കമ്മിറ്റിക്കാരിവിടെ ഉണ്ടല്ലോ, അവർക്ക് ഏറ്റവും വലിയ ബേജാറുള്ള പണി എന്താ? മധ്യസ്ഥയാണ്. പള്ളിയുടെ പണിയല്ല വിഷയം, ഹൗദിന്റെ പണിയല്ല വിഷയം, പറമ്പ് വാങ്ങുന്നതല്ല വിഷയം, മദ്രസയുടെ വിഷയമല്ല പ്രശ്നം. ഏറ്റവും കൂടുതൽ അവർക്ക് ഉറക്കം കിടത്തുന്ന വിഷയം ഏതാണ്? പടച്ചവനെ 6 മാസമായതുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്, 4 മാസമായിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്, ഒരാഴ്ച ആയതേ ഉള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്, അപ്പോഴേക്കും തല്ലും തർക്കവുമായി.
മഹല്ലിനെ സമീപിക്കുകയാണ്. എന്ത് വേദനയാണ് അവരെ പോലെയുള്ള നേതാക്കന്മാർ അനുഭവിക്കുന്നത്. ആ മനപ്രയാസം ചെറുതല്ല. എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കുക എന്ന് രാവും പകലും അവർ കൂടിയാലോചിക്കുകയാണ്. അല്ലാഹുവേ, ഇതെന്ത് പരീക്ഷണമാണ്. ചിലപ്പോ ഭയങ്കര കാര്യമായിട്ട് നടന്ന കല്യാണവും, കോടികളെ പിടിച്ച കല്യാണവും, ഏതോ ആകട്ടെ, അല്ലാഹു തആല കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. എങ്ങനെ അപ്പൊ സാധാരണ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ പറയപ്പെട്ട അബ്രപാളിയിൽ ഈ സ്ക്രീനുകളിൽ കണ്ടതാണ് ജീവിതമെന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചു പോയ പല ആളുകളുടെയും കുടുംബജീവിതം തകരാനുള്ള കാരണം അതാണ് ജീവിതമെന്ന് ഉറപ്പിച്ചു. ജീവിതത്തിന് സുഖമുണ്ട്, ജീവിതത്തിന് ദുഃഖമുണ്ട്, സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ഒരു രാവ് സന്തോഷത്തിൻ്റെതാണ്, അടുത്ത പകൽ ദുഃഖത്തിൻ്റെതാണ്. എപ്പോഴും ഒരുപോലെ ഇരിക്കൂല. അങ്ങനെ ഒരാൾക്കും കിട്ടിയിട്ടില്ല. ഇവൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പോലും ചില മനോഹരമായ അസാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ കൃത്യമായി പരിഹരിച്ചിട്ടുമുണ്ട്. ലോകത്തിനത് റോൾ മോഡലാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ ചിലർ മനസ്സിലാക്കിയത് ആദ്യം മുതൽ അവസാനം വരെ സന്തോഷമാണ്. ഈ 3 മണിക്കൂർ ഈ സിനിമയിൽ കാണുന്നതാണ് ജീവിതം തെറ്റിദ്ധരിച്ചു പോയി. അപ്പോഴാണ് വിഷമങ്ങൾ സഹിക്കാൻ പറ്റാതാവുക, അപ്പോഴാണ് ദുഃഖങ്ങൾ സഹിക്കാൻ പറ്റാതാവുക, അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാൻ പറ്റാതെ അപ്പൊ തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എന്നെ കൊണ്ടാക്ക്, ഉപ്പായി വിളിക്കുന്നു, ഉമ്മായി വിളിക്കുന്നു, ആകെ പ്രശ്നമായി. ഒന്നുമല്ല. എന്റെ ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഉമ്മമാരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ദുഃഖമാണ് ജീവിതം, സന്തോഷം മാത്രമല്ല, ഒരു നാണയത്തിന്റെ 2 പുറമാണ് മോളെ ജീവിതം. പറഞ്ഞു കൊടുക്കാൻ ഉമ്മമാർക്ക് കഴിയുന്നില്ല. ഉമ്മമാര് സ്നേഹത്തോടെ തലോടിയിട്ട് പെൺകുട്ടികളോട് നേരത്തെ തന്നെ പറയണം, സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ഒരു ഭാഗം സുഖമാണ്, മറ്റേ ഭാഗം ദുഃഖമാണ്. പലരും പല ഉദാഹരണങ്ങളും വൈവാഹിക ജീവിതത്തിന്, കുടുംബ ജീവിതത്തിന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനോഹരമായ ഒരു ഉദാഹരണം എന്റെ പ്രിയപ്പെട്ടവരെ എന്താണെന്നറിയുമോ? ഒരു നൗക പോലെയാണ്, ഒരു കപ്പൽ പോലെയാണ്, ഒരു വള്ളം പോലെയാണ്, ഒരു ബോട്ട് പോലെയാണ് കുടുംബ ജീവിതം എന്ന് ആരോ പറഞ്ഞത് ഓർത്തു പോവുകയാണ്. എത്ര മനോഹരമാണ് ആ ഉദാഹരണം. മനസ്സ് തുറന്നൊന്ന് കേൾക്കൂ പെങ്ങളെ, മനസ്സ് തുറന്നൊന്ന് കേൾക്കൂ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എന്താണ് ആ നൗക പോലെയാണ്, ആ കപ്പല് പോലെയാണ് കുടുംബ ജീവിതം എന്ന് പറയാനുള്ള കാരണം? എപ്പോഴും ശാന്തസുന്ദരമായ അവസ്ഥയാകൂല. കടല്, സമുദ്രം എപ്പോഴും ഒരുപോലെ ആകൂല, എപ്പോഴും ഒരുപോലെ ആകൂല. ചിലപ്പോൾ രൗദ്രഭാവമുള്ള തിരമാലകൾ, അലമാലകൾ ആ കപ്പലിനെ ആടി ഉലയ്ക്കും. ചിലപ്പോ വലിയ തിരമാല വരും. അപ്പൊ ബോട്ടും വള്ളവും ഒക്കെ നല്ലതുപോലെ നാടി ഉലയും. പടച്ചോനെ മറിയോ, മറിഞ്ഞു പോകുമോ എന്നൊരു പേടി തന്നെ തോന്നിപ്പോവും. കുറച്ച് വെള്ളം കയറും, അത് പിന്നെ കുറച്ച് എടുത്ത് കളയാന്നുള്ളതാണ്. ചില സമയത്ത് കാറ്റും കോളും വരും, പേമാരി പോലെ മഴ പെയ്യും, രൗദ്രഭാവമുള്ളതാകും. എന്നാൽ ചില സമയത്തോ ശാന്തസുന്ദരമായി സമുദ്രം കിടക്കും, ശാന്തസുന്ദരമായി കിടക്കും. ഓളങ്ങൾ പോലുമില്ലാതെ ശാന്തസുന്ദരമായി ചിലപ്പോൾ കിടക്കും. അപ്പൊ എങ്ങനെയാണ് ഈ നൗകയിലെ, ഈ കപ്പലിലെ, ഈ ബോട്ടിലെ, ഈ വള്ളത്തിലെ കപ്പിത്താന്മാരായ കുടുംബിനിയും കുടുംബനാഥനും അതെങ്ങനെയാണ് തുഴഞ്ഞ് അക്കരക്കെത്തുക? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാറ്റും കോളും വരുമ്പോൾ അവരെങ്ങനെയാണ് തുഴയേണ്ടത്? അത് പഠിച്ചിരിക്കണം. ജീവിതത്തിൽ കാറ്റും കോളും വരും, പ്രയാസങ്ങൾ വരും, ദുഃഖങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, ഇടിമുഴക്കം പോലെ വരും, ഉറക്കം നഷ്ടപ്പെട്ടു പോകും, ഇടിമിന്നലുണ്ടാവും, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും, വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് എങ്ങനെയാണ് ആ ജീവിതമാകുന്ന ബോട്ടിനെ, ആ ജീവിതമാകുന്ന നൗകയെ എങ്ങനെയാണ് നിന്റെ കപ്പിത്താന്മാരാകുന്ന ആണും പെണ്ണും എങ്ങനെയാണ് ഇതിനെ തുഴഞ്ഞു കൊണ്ടുപോകേണ്ടത് എന്ന് ജീവിതത്തെ പഠിച്ചിരിക്കണം. ചില സമയത്ത് നല്ല രസമാണ്, മനോഹരമാണ്, നല്ല റാഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയും. അല്ലാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ആലോചിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ല പെണ്ണാരാണ്? ഏറ്റവും നല്ല പെണ്ണേതാണ്? അവളുടെ മുഖത്ത് നോക്കിയാൽ ഭർത്താവിന് സന്തോഷം ഉണ്ടാവണം. ഔ കമാ ഖാല റസൂലുള്ളാഹി.
അവിടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭർത്താവിന് സന്തോഷം ഉണ്ടാകണം. ആ നല്ല പെണ്ണിന്റെ അടയാളമാണ്. വലിയ പ്രയാസപ്പെട്ട് ഒരുപാട് ദുരിതക്കയങ്ങളിൽ മുങ്ങിത്താണ് രാത്രി സമയത്ത് വീട്ടിലേക്ക് വരുന്ന ഭർത്താവ് വാതിൽ തുറക്കുന്ന സമയം സുബ്ഹാനല്ലാഹ്, ചിലപ്പോ അന്ന് പണി ചെയ്ത പൈസ കിട്ടിയിട്ടുണ്ടാവില്ല, അതിന്റെ വിഷമമുണ്ട്. കടം വാങ്ങിയിട്ട് അവര് അല്ലെ കടം ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല. അങ്ങാടിയിൽ വെച്ച് ആരോട് പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നത്തിന്റെയും സ്ട്രെസ് ഉണ്ട്, പ്രയാസമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ വെളിയിലത്തെ പുറം ലോകത്തെ വിശേഷങ്ങളൊന്നും വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് അറിയില്ലല്ലോ. ഒരാൺ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഒരാണൊരുത്തൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഒരാണിന്റെ തലച്ചോറിന്റെ ചൂട്, അവന്റെ ഹൃദയത്തിന്റെ വേദന, അവന്റെ നൊമ്പരം, നേരം വൈകുമ്പോഴത്തേക്ക് ഒരു 500 റുപ്യ 1000 റുപ്യ ഒപ്പിക്കാൻ അവൻ പെടുന്ന പാട് ഒന്നും അകത്തേക്കുന്ന പെണ്ണുങ്ങൾക്കറിയില്ല. അപ്പോ വളരെ പ്രയാസത്തില് വാതിലിന് മുട്ടുമ്പോൾ ആ പെണ്ണ് വന്ന് വാതിൽ തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു കയ്യിൽ പിച്ചാത്തി. പിച്ചാത്തി എന്നല്ല ഇവിടെ പറയാ, ഇവിടെ എന്താ പറയാ, കരക്കത്തിയോ? കുറച്ച് ദൂരം ഉണ്ട്, അതാ ചോദിച്ചത്. ചിലപ്പോ ഭാഷക്കൊക്കെ ചെറിയ സാധനങ്ങൾക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഒരു കയ്യിൽ കയ്യിലറിയാം, കയ്യിലറിഞ്ഞൂടെ? ഒരു കയ്യിൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടൂലേ, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞാണ്, ഞാൻ ഇവിടുന്ന് പഠിച്ചത്. കയ്യിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ ചില ആയുധങ്ങൾ കയ്യിലിരിക്കുകയാണ്. ഇവിടെ കുറെ കരി, ചെളി, അഴുക്ക്, അടുക്കളയിലെ കുറെ പുകയും. സുബ്ഹാനല്ലാഹ്, ഒരു ഭദ്രകാളി അക്കണക്കുണ്ട് കാണുമ്പോൾ വാതിൽ തുറന്ന് ആ ഭർത്താവ് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന്റെ ദുഃഖം മാറുമോ, ഇരട്ടിയാകുമോ? ഈ കോലം കാണുമ്പോ ഭർത്താവിന് സന്തോഷം ഉണ്ടാവോ, അത് ഉള്ള വിഷമത്തെക്കാൾ ഡബിൾ ആവോ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര് വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. മറിച്ച് ആ ഭർത്താവ് വരുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പെട്ടെന്ന് തന്നെ പോയി ഒന്ന് മുഖം ഒന്ന് സോപ്പിട്ട് കഴുകി, വെറുതെ ഒന്ന് വളരെ പെട്ടെന്ന് ഒന്ന് സോപ്പിട്ട് കഴുകി വൃത്തിയായി നിന്റെ പിച്ചാത്തിയും നിന്റെ കയ്യിലുമെല്ലാം മാറ്റിവെച്ച് സന്തോഷത്തോടെ ഉള്ള സൗന്ദര്യത്തിൽ അൽഹംദുലില്ലാഹ് ഭർത്താവിന് വാതിൽ തുറന്നു കൊടുത്ത് ഒരു ചിരിയങ്ങ് ചിരിച്ചു കഴിയുമ്പോൾ അവന്റെ പ്രയാസത്തിന്റെ 75% അങ്ങ് ഇല്ലാതാവും. ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷമുള്ള മുഖമാണ്. ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് ദുഃഖസാന്ദ്രമായ അവസ്ഥയല്ല, ഒരു കുളിർമയുള്ള മുഖമാണ്. ആ സന്തോഷം അവന്റെ മുഖത്ത് കാണുമ്പോൾ അവന്റെ ദുഃഖം അവൻ മറന്നു പോകും. അടുത്ത ദിവസം രാവിലെ ആവുമ്പോഴത്തേക്ക് സുബ്ഹാനല്ലാഹ് 100% അവൻ ഫ്രഷായി, ഹാപ്പിയായി, പുതിയ ആളായി. അപ്പൊ ഒരു ഭർത്താവ് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ നോട്ടത്തിൽ തന്നെ ആ ഭർത്താവിന് സന്തോഷം ഉണ്ടാകണമെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലായിടത്തും ഉണ്ടാവും, പ്രതിസന്ധികൾ എല്ലായിടത്തും ഉണ്ടാവും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലില്ലാത്ത സമയമാണ്. അപ്പുറത്തെ വീട്ടിലൊരു ഭാര്യ വന്നു, കയ്യിൽ കുറച്ച് മധുരമുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പെര കൂടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്തൊരു സമയം തൊട്ടടുത്ത വീട്ടിലെ മറ്റൊരു ഭാര്യ കുറച്ച് പായസമോ മധുരമോ മറ്റെന്തോ ഉണ്ടാക്കി കൊണ്ടുവന്നു. ആയിഷ ബീവിന്റെ അടുത്ത് കൊണ്ടുവന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. ആയിഷ ബീവി ചോദിച്ചു, ഇന്ന് എന്റെ ഊഴമല്ലേ, ഇന്നത്തെ മധുരം ഞാൻ കൊടുത്തുകൊള്ളാം, ഇന്നത്തെ ഭക്ഷണം ഞാൻ കൊടുത്തുകൊള്ളാം, ഇന്നത്തെ സൽക്കാരം എന്റെ വകയാണ്, നിന്റെ വീട്ടിൽ വരുമ്പോൾ ഇത് കൊടുത്താൽ മതി. അങ്ങനെയാണല്ലോ പെണ്ണുങ്ങൾ. ഇന്നത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നിന്റെ വീട്ടിൽ വരുമ്പോ നീ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ വന്ന ഭാര്യ പറഞ്ഞു, ഇത് റസൂലുള്ളാഹി ഉണ്ടാക്കിയതാണെങ്കിൽ ഞാൻ കൊടുത്തേ പോകൂ എന്ന് പറഞ്ഞു. ചെറിയ തർക്കായി. ആയിഷ ബീവി പാത്രത്തിൽ കയറി പിടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി. പാത്രം താഴെ വീണു, പൊട്ടിപ്പോയി, ആ മധുരം താഴെ വീണുപോയി. അല്ലാ അല്ലാ, ആ സമയത്താണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ രണ്ടുപേരെ മുഖത്തൊന്ന് നോക്കി, താഴെ പൊട്ടിക്കിടക്കുന്ന പാത്രത്തിലേക്ക് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാര്യം മനസ്സിലായി. ആരും വിശദീകരിച്ചു കൊടുക്കണ്ട, കാരണം ഓരോ ആളുകളുടെയും സ്വഭാവം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മളാണത് കാണുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, കരോട്ട, ബ്ലാക്ക് ബെൽറ്റ്, കുങ്ഫു, ജൂഡോ, കളരി നമുക്കറിയാവുന്ന സംഭവമല്ല അവിടെ തെളിയും. അല്ലാഹു റസൂൽ അതെങ്ങനെയാണ് പരിഹരിച്ചത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉടഞ്ഞു വീണ പാത്രത്തിന്റെ ചീളുകൾ, അതിന്റെ കഷണങ്ങൾ ഓരോന്നോരോന്നായി പറക്കിയെടുക്കുകയാണ്. താഴെ ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴെ ഉണഞ്ഞു വീണ് കിടക്കുന്ന പാത്രത്തിന്റെ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി പറക്കിയെടുത്ത് ആ താഴെ വീണുപോയ മധുരം കോരിയെടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത വിഷമമായി. അച്ചോനെ, ഞാനാണല്ലോ കുറ്റക്കാരി. കണ്ടോ, സൈലന്റ് ആയ കറക്ഷൻ. ചില സമയത്ത് ഒന്നും മിണ്ടായിരുന്നാൽ തന്നെ നല്ല ഒരു ഇടപെടലാണത്. ചില സമയത്ത് മൗനമാണ് ഏറ്റവും നല്ലത്. ചില സമയത്ത് മൗനമാണ്, ചിലപ്പോൾ ഒരു വാക്കാവും. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ ആ പായസം കോരിയെടുത്തപ്പോൾ, ആ ഉടഞ്ഞ പാത്രത്തിന്റെ കഷ്ണങ്ങൾ പെറുക്കിയപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിൽ അതാ സൈലന്റായ കറക്ഷൻ നടക്കുകയാണ്. ഉള്ളിൽ വല്ലാത്ത ദുഃഖം വന്നുപോയി. നബിയോട് പൊരുത്തം ചോദിക്കുകയാണ്. അപ്പോൾ മറ്റേ ഭാര്യയും ചിന്തിച്ചു, ഞാനാണല്ലോ ഇതിന് കാരണക്കാരി. എന്റെ വീട്ടിൽ വരുമ്പോൾ ഞാനത് കൊടുത്താൽ മതിയല്ലോ. ഞാൻ കുറച്ച് ആവേശം കാണിച്ചല്ലോ, ഞാൻ ഓവർടേക്ക് ചെയ്തല്ലോ, ഞാനാണ് കുറ്റക്കാരി എന്ന് അവർ സ്വന്തമായി രണ്ടുപേരും ആ വിഷയത്തിൽ പശ്ചാത്തപിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, അതുകൊണ്ട് വീട്ടിൽ നല്ല ബോധത്തോടെ വേണം മുന്നോട്ട് പോകാൻ. നിനക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണ്, നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവനാണ്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട കുടുംബിനികളെ, ഭർത്താക്കന്മാരിൽ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടുമുള്ള ഭർത്താക്കന്മാർ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പ്രവാസികളാണ്. സാധുക്കളായ പ്രവാസ ലോകത്ത് ജീവിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ കടമയുള്ളത് അവരോടാണ്. കാരണം എന്താ? സർവ്വതും ത്യജിച്ച് പ്രവാസ ലോകത്തേക്ക് പറന്നുയർന്നവരാണ് അല്ലേ? കടം വാങ്ങി കടല് കടന്ന് കരഞ്ഞുകൊണ്ട് അന്യനാട്ടിലേക്ക് പറന്നു പോകുമ്പോൾ രണ്ടിറ്റ് കണ്ണുനീര് വീഴ്ത്താത്തതാരാണ്? എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവസാനം ഒന്ന് കൈവൊക്കെ കാണിച്ച് എന്നാ പോട്ടെ മോനെ, എന്നാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് പോകുമ്പോ ഏത് കണ്ണുകളും നിറയും, ഏത് നെഞ്ചും ഒന്നിടിക്കും. ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണ, മാസത്തിൽ 1 തവണ ഇടക്കിടക്ക് വന്നു പോകുന്ന ബിസിനസ് സാമ്രാജ്യമുള്ള ആളുകളുടെ കാര്യമല്ല പറയുന്നത്. അല്ലാഹു ഉള്ള നിഅമത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. സമ്പത്ത് വേണമല്ലോ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നാ പറഞ്ഞത്, നിങ്ങളെ ആരും ആക്ഷേപിച്ചതല്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആമീൻ ഉറച്ചു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനിയിപ്പോ ആമീന് വേണ്ടി ഒരു വാഴ്ന്ന് പറയാൻ പറ്റുമോ? സ്വലാത്തിന്റെ ഒരെണ്ണം കഴിഞ്ഞ് അതെല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയം എത്തൂല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സമ്പത്ത് വേണം വേണ്ടതല്ല, പൈസ വേണം. ഇമാമിയങ്ങൾക്കിടയ്ക്ക് ചർച്ചയുണ്ട്. സ്വബറുള്ള ഫക്കീറിനാണോ പടച്ചവനെടുക്കൽ വലിയ സ്ഥാനം, ശുക്റുള്ള ഗനീനാണോ എന്ന് പറഞ്ഞാൽ ക്ഷമയുള്ള ദരിദ്രനാണോ പാവപ്പെട്ടവനാണോ? അവൻ അല്ലാഹു തആല ദാരിദ്ര്യം കൊടുത്തു, പക്ഷെ അതിൽ ക്ഷമിച്ചു. അല്ലാഹു തന്നതല്ലേ, ഞാൻ ക്ഷമിച്ചു. വേറൊരാൾക്ക് അല്ലാഹു തആല സമ്പത്ത് കൊടുത്തു, അയാൾ അതിന് ശുക്ർ ചെയ്തു, സക്കാത്ത് കൊടുത്തു, സദഖ കൊടുത്തു, ആ സമ്പത്തിനെ വേണ്ടതുപോലെ തസറഫ് ചെയ്തു. ഇവരിൽ ആർക്കാണ് ഏറ്റവും പ്രതിഫലമുള്ളത് എന്നൊരു ചർച്ചയുണ്ട്. ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ പറയുന്നു, ശുക്റുള്ള ഗനീനാണ്, നന്ദിയുള്ള പണക്കാരനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം. കാരണം എന്താ? മറ്റേ സമ്പത്ത് കൊടുത്തില്ല, ക്ഷമിച്ചാൽ മതി. ഇതല്ല, വലിയ പരീക്ഷണമാണ്, കൊടുത്തു. അപ്പൊ അതിനെ വേണ്ടതുപോലെ വിനിയോഗിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടാണ്, വലിയ പരീക്ഷണാണ്. എന്ന് പറഞ്ഞതുപോലെ സമ്പത്ത്, എന്റെ പ്രിയപ്പെട്ടവരെ, അത് മുസീബത്താകുന്നത് എപ്പോഴാണ്? അല്ലാഹനെ മറക്കുന്ന സമ്പത്ത് മുമ്പിൽ വരുമ്പോഴാണ് സമ്പത്ത് തിരിഞ്ഞു കൊത്തുന്നത്. അല്ലെങ്കിൽ അത് വലിയ നിഅമത്തല്ലേ? എത്ര ആൾക്ക് സഹായിക്കാം, എത്ര ആൾ കണ്ണീരൊപ്പാം, എത്ര സാധുക്കളുടെ ദുആയ്ക്ക് കാരണമാകും. അവനെ പോലെ ഭാഗ്യവാനാരാണ്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇല്ല നിഅമത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടുമുള്ളത് പ്രവാസ ലോകത്തേക്ക് പറന്നുയരുന്ന പാവപ്പെട്ടവനാണ്. ഒരു പ്രവാസിയുടെ ഭാര്യ എന്റെ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ ഏറ്റവും വലിയ കടമ സാധുക്കളോടാണ്, പ്രവാസികളോടാണ്. അത്ര
അത്രയും വലിയ ത്യാഗമാണ് അവർ ചെയ്യുന്നത്, അത്രയും വലിയ ദുഃഖമാണ് അവർ ചെയ്യുന്നത്. അവരുടെ ജീവിതം അവർ ഹോമിക്കുകയാണ്, അവരുടെ സമയം ഹോമിക്കുകയാണ്. അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഒന്ന് താലോലിക്കാൻ കഴിയുന്നില്ല. എത്രമേൽ വീഡിയോ കണ്ടാലും, എത്രമേൽ ഫോട്ടോ കണ്ടാലും, എത്രമേൽ വീഡിയോ കോൾ ചെയ്താലും പ്രിയപ്പെട്ട മകളെ മകനെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് നിർത്തി ചുംബനം കൊടുക്കുന്ന ഒരു വികാരം, ഒരു സന്തോഷം, ഒരു സ്നേഹം ഒരു വീഡിയോ കോളിലും കിട്ടില്ലല്ലോ. അപ്പൊ ജീവിതം തന്നെ ഹോമിച്ചിട്ടാണ് നിന്റെ പട്ടിണി മാറ്റാൻ, മക്കളുടെ വിദ്യാഭ്യാസത്തിന്, മാതാപിതാക്കളുടെ അന്നത്തിന്, ജീവിതത്തിന്, പുരോഗതിക്ക് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞു പോകുന്ന പാവപ്പെട്ട പ്രവാസികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥന കൊണ്ടെങ്കിലും നിനക്ക് പിന്തുണയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവർ. അപ്പൊ പിന്നെ അവരെ വഞ്ചിച്ചാലോ അല്ലാ. ഒരു കോൾ കൊണ്ട്, ഒരു മിസ് കോൾ കൊണ്ട്, ഒരു മൊബൈൽ കൊണ്ട്, ഒരു വാട്സാപ്പ് കൊണ്ട്, ഒരു ചാറ്റ് കൊണ്ട്, ഒരു മെസ്സഞ്ചർ കൊണ്ട്, ഒരു ഇൻസ്റ്റ കൊണ്ട്, ഒരു FB കൊണ്ട്, ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ആ പ്രവാസിയായ ഭർത്താവിനെ വഞ്ചിച്ചാലോ അതിനേക്കാളും വലിയ ദുരന്തം വേറെ വരാനില്ല പെണ്ണുകളെ, വേറെ നിനക്ക് വരാനില്ല. അതുപോലെ തിരിച്ചും ആ പ്രിയപ്പെട്ട പെണ്ണിനെ നീ വേണ്ടതുപോലെ സ്നേഹവായ്പോടെ ചേർത്ത് നിർത്തൽ നിനക്കും ഉത്തരവാദിത്തമാണ്. അല്ലാഹു രണ്ട് ജീവിതത്തിലും ബറക്കത്ത് നൽകട്ടെ. അതിനെ പറ്റിയൊരു വീടുണ്ടാവണം. ആ പഴയകാലത്തെ കുടുംബ ജീവിതത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയ കാലാണ് അല്ലേ. മുമ്പ് കാലത്ത് ഉണ്ണാനും ഉടുക്കാനും കുറവായിരുന്നു മുമ്പ് കാലത്ത്, പക്ഷേ ജീവിതത്തിന് വലിയ ബറക്കത്തുണ്ടായിരുന്നു. തമ്മിൽ കലഹമില്ല, തമ്മിൽ പ്രശ്നമില്ല. 10ഉം 15ഉം ആള് 3 റൂം അല്ലെങ്കിൽ 2 റൂമിലൊക്കെ സുഖമായിട്ട് കഴിഞ്ഞിരുന്നു. ഇന്ന് 3000 സ്ക്വയർ ഫീറ്റ് ആണ്, ആകെ 2 ആളാണ്, പിന്നെ ചെറിയൊരു കുട്ടി ഉണ്ടാവും. ചില റൂമുകൾ തുറക്കാറ് തന്നെ ഇല്ല, ചില റൂമുകൾ തുറക്കാറ് തന്നെ ഇല്ല, വിശാലമായി കിടക്കാണ്. 2 ആളാണ്, ചിലപ്പോ വെച്ചിട്ട് ഗൾഫിലാണ്. 4 വർഷത്തിൽ 2 വർഷത്തിലൊക്കെ ഒരു വട്ടം ഒന്ന് തുറക്കും, അല്ലെങ്കിൽ ജോലിക്കാരെ ഏർപ്പാട് ചെയ്യുന്നു തൂത്ത് വൃത്തിയാക്കാൻ. പക്ഷേ ആ വിശാലമായ വീട്ടിൽ സുബ്ഹാനല്ലാഹ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത എത്ര ആളുകളാണ്. പണമുണ്ട്, പ്രശസ്തിയുണ്ട്, പ്രതാപമുണ്ട്, പൊളിറ്റിക്കൽ പവറുണ്ട്, സ്വാധീനമുണ്ട്, പക്ഷേ കുടുംബജീവിതത്തിൽ സന്തോഷമില്ല. ഭാര്യയുടെ കാര്യമോർക്കുമ്പോൾ നെഞ്ചടിപ്പാണ്, മക്കളുടെ കാര്യമോർക്കുമ്പോൾ വിഷമമാണ്, കുടുംബത്തിന്റെ കാര്യമോർക്കുമ്പോൾ കണ്ണ് നിറയുകയാണ്. ണ്ട് വലിയ വണ്ടിയുണ്ട്, വീടുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അല്ലാഹു കുടുംബ ജീവിതത്തിൽ ഒരു ബറക്കത്ത് നൽകണം, അത് പ്രത്യേകമായൊരു നിഅമത്താണ്. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. മക്കളും സന്താനങ്ങളും അത് ദുനിയാവിന്റെ വസന്തമാണ്. എന്റെ പ്രിയപ്പെട്ടവരതൊന്നും അഹങ്കരിക്കാൻ പാടില്ല. കുടുംബ ജീവിതത്തിന്, സന്തോഷത്തിന് ആത്മീയത അനിവാര്യമാണ്. ഉമ്മമാരെ, പെങ്ങന്മാരെ, മുമ്പൊക്കെ മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്താൽ, ഞാൻ സാധാരണ പറയുന്ന പോലെ ബാങ്ക് കൊടുത്താൽ മുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കളോട് പണ്ടുള്ള ഉമ്മമാര് പറയും, കളി മതിയാക്ക്, ബാങ്ക് കൊടുത്തെന്ന് പറയും അല്ലേ. കൈയും കാലും തേച്ച് കഴിയിട്ട് പള്ളിയിൽ പോകാൻ പറയും ആൺകുട്ടികളോട്. ചെറിയ പെൺകുട്ടികളാണെങ്കിൽ ചെറിയ നിസ്കാര കുപ്പായൊക്കെ തയ്പ്പിച്ചു കൊടുത്ത് റെഡിയാക്കിയിട്ട് അവരെ ഉമ്മാനോടൊപ്പം ചേർത്ത് നിർത്തി നിസ്കാരം പഠിപ്പിക്കും. ചെറിയ മക്കളെ എന്ത് ബർക്കത്താണ്. ഇനി അതിനും പക്വത എത്താത്തവരാണെങ്കിലോ അപ്പുറത്തിരുന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പറയും. എന്നിട്ടോ ഈ സഹോദരി റാഹത്തായി നിസ്കരിക്കുന്നു. മൊബൈലിന്റെ ബേജാറില്ല, വാട്സാപ്പിന്റെ ബേജാറില്ല, ഒരു ഗ്രൂപ്പിന്റെ ബേജാറില്ല, ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്, ഇന്നിപ്പോ ഗ്രൂപ്പാണ്. ഈ അടുത്ത് കഴിഞ്ഞ റബീഉൽ അവ്വൽ ഞാൻ തോന്നുന്നു ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണിച്ചു, ഉസ്താദേ ഗ്രൂപ്പ് കണ്ടോ, പുതിയ ഗ്രൂപ്പാണ്. അപ്പൊ ഞാൻ നോക്കി, എന്താ ഗ്രൂപ്പ്? അത് നബിദിനത്തിന് നെയ്ച്ചോറ് കൊടുക്കുന്ന, ചോറ് ബിരിയാണി കൊടുക്കുന്ന സ്ഥലങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊരു ഗ്രൂപ്പാണ്. നീ അടുത്ത വർഷങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓരോ സൈസ് ഗ്രൂപ്പ് ആലോചിച്ചു. ആ ഗ്രൂപ്പിൽ എന്താണ്, ആ ഗ്രൂപ്പിൽ റബീഉൽ അവ്വൽ നെയ്ച്ചോറ് എന്തോ പേരാണ്, നബിദിനത്തിന്റെ ചോറ്. അപ്പോ അതിന് ലൊക്കേഷൻ ഇടും, അതിന്റെ കിലോമീറ്റർ ഇടും. അപ്പൊ ഏകദേശം ഒരു താലൂക്കിലുള്ള ആളുകൾക്ക് അതിലുണ്ടാവും, ചെറുപ്പക്കാർക്ക് ഉണ്ടാവും. അപ്പൊ ഓരോ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഇടും, ആ ലൊക്കേഷൻ അനുസരിച്ച് ബാക്കിയുള്ളവർ പോകും. ഒരു ഗ്രൂപ്പ്. റബീഉൽ അവ്വൽ കഴിഞ്ഞു, റബീഉൽ ആഖിർ ആയപ്പോ ഞാൻ ആ ചെറുപ്പക്കാരനെ കണ്ടു. അല്ല സുഹൃത്തെ, എന്തായി നിങ്ങളുടെ ഗ്രൂപ്പൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ടോ? ഞാൻ തമാശക്ക് ചോദിച്ചാൽ ഗ്രൂപ്പൊക്കെ പോയോ? കാരണം റബീഉൽ അവ്വൽ കഴിഞ്ഞല്ലോ, ഇപ്പൊ ജീലാനി ആയില്ലേ. അപ്പൊ പറഞ്ഞു, ഗ്രൂപ്പ് ഇപ്പോഴുണ്ട്, പേരൊന്ന് മാറ്റി ചവിട്ടി, ഇപ്പൊ ജീലാനി നെയ്ച്ചോറന്നാക്കിയെന്ന്.
അപ്പൊ അങ്ങനെ ഒരുപാട് സൈസ് ഗ്രൂപ്പുകളാണ്. സുബ്ഹാനല്ലാഹ്. അതിന്റെ മെസ്സേജുകൾ നോക്കി തീരാൻ സമയമില്ല. മുൻകാലത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മെസ്സേജ് നോക്കണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. വാട്സാപ്പ് വേണ്ടെന്ന് അഭിപ്രായമില്ല. എന്തെല്ലാം ഡോക്യുമെന്റ്സുകൾ സുബ്ഹാനല്ലാഹ്. ഒരു നിശ്ചിത സമയത്തിന്റെ ഉള്ളിൽ ഒരു മരണവാർത്ത ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ ചെറിയ സെക്കൻഡുകൾ, ചെറിയ മിനിറ്റിന്റെ ഉള്ളിൽ അറിയാനൊരു സംവിധാനമാണ്. ഒരുപാട് ഖൈറുകളുണ്ട്, ഒരുപാട് ഖൈറുകളുണ്ട്. അതുപോലെ തന്നെ ശർറുകളും അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അല്ലാഹു ഖൈറിനെ സ്വീകരിക്കാനും ശർറിനെ തട്ടി മാറ്റാനും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അപ്പൊ മഗ്‌രിബ് നിസ്കരിച്ചു. ഉമ്മമാര് ശ്രദ്ധിച്ചോ, നല്ല കുടുംബജീവിതവും വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ ആലോചിച്ചോ, നല്ല റാഹത്തായി ആ മഗ്‌രിബ് നിസ്കരിച്ചു. അൽഹംദുലില്ലാഹ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അതാ റവാത്തിബ് സുന്നത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത് വിശുദ്ധമായ ഖുർആൻ വെച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം إنك لمن المرسلين على صراط مستقيم. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുകയാണ്. മുൻഗാമികളായ ഉമ്മമാരെ, സഹോദരിമാരെ, ഒരു യാസീനെങ്കിലും ഓതാത്ത വീടുകളുണ്ടായിരുന്നോ? ഒരു യാസീൻ പാരായണം ചെയ്തിട്ട് റബ്ബിന്റെ മുമ്പിലേക്ക് കരങ്ങളും ഉയർത്തുകയാണ്. അല്ലാഹ് അല്ലാഹ്, പടച്ചവനെ, എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും മരിച്ച ഖബറുകളിലാണ്. അല്ലാഹ്, ആ ഖബറുകളിലേക്ക് ഇതിന്റെ വെളിച്ചം നൽകണേ അല്ലാഹ്. എന്ത് റാഹത്തായി പടച്ചവനെ, ഉമ്മയും വാപ്പയും മരിച്ച ഖബറിലാണ്. ആ ഖബറിലേക്ക് ഇതിന്റെ മിസ്ലിൽ സവാബിനെ എത്തിച്ചു കൊടുക്കണം റബ്ബേ. അല്ലാഹുവേ, ആ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗീയ ആരാമമാക്കണേ അല്ലാഹ്. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്. പടച്ചവനെ, സ്വർഗത്തിന്റെ തോപ്പാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളിൽപ്പെട്ട ഒരു ഉദ്യാനമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അന്യനാട്ടിലാണ്, രോഗിയാണ്, പ്രയാസമാണ്, ദുഃഖമാണ്, പ്രതിസന്ധിയാണ്, ജോലിയില്ല, ഇഖാമ പ്രശ്നമുണ്ട്, ലൈസൻസ് ഇല്ല, ജോലിയുടെ പ്രശ്നമുണ്ട്, ശമ്പളത്തിന്റെ വിഷയമുണ്ട്. ഒരു സാധുവായ മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോയിക്കുകയാണ്. നിന്റെ കാവൽ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. നല്ല റാഹത്തായ ദുആ. സുബ്ഹാനല്ലാഹ്. പടച്ചവനെ, പൂമ്പാറ്റകളെ പോലെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, അല്ലാഹുവേ, നീ തന്ന ദാനമാണ്, നീ ഏൽപ്പിച്ച അമാനത്താണ്. ആ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ദ്വാരക്കാണ്. ഈ ദുആ കഴിഞ്ഞിട്ടും ആ സഹോദരി എഴുന്നേറ്റ് ഓടുന്നില്ല, മണ്ടുന്നില്ല. തൊട്ടടുത്ത് തന്നെ പരിശുദ്ധമായ മൗലിദിന്റെ ഏട് വെച്ചിട്ടുണ്ട്. അതെടുക്കുകയാണ്. പഴയ കാലത്തെ കാര്യം പറയുന്നത്, പുതിയ തലമുറയ്ക്കൊന്നും ഇത് പരിചയമില്ല. ആ ഏടെടുത്തിട്ട് പാടുകയാണ്. ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ ബിന്നിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുസ്ഫിഉം മുഫല്ലലും മുഖദ്ദമുൻ നൂറുല്ലാഹ് മൂസിലും മുഹൈമിനും മുബല്ലിഗുൻ സഅദുല്ലാഹ് മുസ്തഫ മുസദ്ദിഖും മുജീബുൻ ഹബീബുല്ലാഹ് മുൻദിറും മുബശ്ശിറും മുബർറുൻ കലീമുല്ലാഹ്. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ അവദാനങ്ങൾ പാടുകയാണ്, പുകഴ്ത്തുകയാണ്. അവരുടെ ഈമാൻ, പോജ്വലിച്ച ഈമാനിൽ നിന്നും ആ വെളിച്ചം അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുകയാണ്. ആരാണ് പെങ്ങളെ, ആരാണ് ഉമ്മാ നഫീസത്തുൽ മിസ്രിയ? ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പോലും ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മുമ്പിൽ വന്ന് അവിടുത്തെ ഉമ്മറപ്പടിയിൽ വന്ന് പറയുകയാണ്, ഓ ഉമ്മ, എനിക്ക് ദുആരക്കണേ ഉമ്മ, ഈ സാധുവായിരിക്കുന്നു ദുആരക്കണേ ഉമ്മ, എന്റെ ദോഷങ്ങൾ പുറത്തു തരാൻ ഉമ്മ നിങ്ങൾ കൈപൊക്കിന്ന് ദുആരക്കണേ ഉമ്മ. ആരാണ് പ്രിയപ്പെട്ട പെങ്ങളെ, ആരാണ് ചെറുപ്പക്കാരാ? ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു
അവരുടെ പേര് പറയണമെങ്കിൽ നമുക്ക് ഉളൂ വേണം. അവരെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന ബറക്കത്താണ്. അവരുടെ ജീവിതം മുഴുവനും ഇബാദത്താണ്, തഅല്ലുമാണ്, തഅലീമാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും സൂചന കൊടുത്ത മഹാനാണ് ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാർ പോലും ആ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മറപ്പടിയിൽ വന്നുകൊണ്ട് ദുആ വസിയത്ത് ചെയ്യുകയാണ്. ആ ബീവി മിസ്രിയ മഹദിയ അവരുടെ അവദാനങ്ങൾ വാഴ്ത്തുന്ന ഉമ്മമാരെവിടെയാണ്, പെങ്ങന്മാരെവിടെയാണ്? കുടുംബത്തിൽ പ്രയാസങ്ങൾ മാറുന്നില്ല, ദുഃഖങ്ങൾ മാറുന്നില്ല. ഉസ്താദേ ഭർത്താവ് അനുസരിക്കുന്നില്ല, അദ്ദേഹം മദ്യപാനിയാണ്, മക്കൾ അനുസരിക്കുന്നില്ല, കുടുംബത്തിലെല്ലാം പ്രശ്നത്തിലാണ്, പ്രയാസത്തിലാണ്. ഈ അടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നൊരു കോള് വരുകയാണ്. ഉസ്താദേ, ഞാൻ വിളിക്കുന്ന ഡി അഡീഷൻ സെന്ററിൽ നിന്നാണ്. എന്താണ് ഡി അഡീഷൻ സെന്റർ എന്നറിയുമോ ഉമ്മ? അത് വലിയ വലിയ മാരകമായ മയക്കുമരുന്നുപയോഗിച്ച് മദ്യപാനത്തിലേക്ക് കടന്ന് അവസാനം പിടുത്തം വിട്ടുപോയി ഭ്രാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുമ്പോ അവരെ റിക്കവർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള കേന്ദ്രത്തിന്റെ പേരാണ് ഡി അഡീഷൻ സെന്റർ. അവിടെ നിന്നുകൊണ്ടൊരു കുടുംബം വിളിക്കുകയാ, കരഞ്ഞുകൊണ്ട് വിളിക്കുകയാ, ഉസ്താദേ ദ്വാരക്കണേ, വല്ലാത്ത വിഷമത്തിലാണ്, വല്ലാത്ത ദുഃഖത്തിലാണ്, എനിക്ക് സങ്കടമായി പോയി. എന്താണ് ഡി അഡീഷൻ സെന്ററിൽ നിന്ന് വിളിക്കുന്നത്? അവര് പറയുന്നു, ഉസ്താദ് 16 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമകനെയും കൊണ്ടുവന്നതാണ്. 16 വയസ്സുള്ള പൊന്നുമകനെ കൊണ്ട് അഡ്മിറ്റ് ആക്കിയതാണ്. 12 വയസ്സ് മുതൽ അവൻ കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങി, അവൻ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി, അവൻ MDMA ഉപയോഗിക്കാൻ തുടങ്ങി. അവന്റെ കൂട്ടുകാർ വിളിച്ചുകൊണ്ടുപോയി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കടാ എന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് തുടക്കം. മദ്യപാനത്തിന്റെ തുടക്കം അങ്ങനെയാണ്, ലഹരി ഉപയോഗത്തിന്റെ തുടക്കം അങ്ങനെയാണ്, ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നതിന് തുടക്കം അങ്ങനെയാണ്. ആരും അതിൽ അഡീഷനാവുകയല്ല. ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂട്ടുകാർ പ്രലോഭിപ്പിക്കുമ്പോൾ അവരുടെ സദസ്സിലേക്ക് പോയിരുന്നിട്ട് ആദ്യമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്, പിന്നെ അപകടത്തിലാവുകയാണ്, പിന്നെ അത് കിട്ടാതിരിക്കാൻ പറ്റുന്നില്ല, പിന്നെ നിന്റെ കച്ചവടക്കാരനായി മാറുകയാണ്. അല്ലാഹ് അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരുമ്പോഴാണ് ഉമ്മ അറിയുന്നത്. അന്ധമായി പ്രിയപ്പെട്ട മകനെ വിശ്വസിച്ച് മുമ്പോട്ട് കൊണ്ടുപോയപ്പോ ഇതൊന്നും ചിന്തിച്ചില്ല. അവസാനം സ്റ്റേഷനിൽ നിന്ന് വിളി വരുകയാണ്, ഇന്നാളിന്റെ ഉപ്പയാണോ, ഇന്നാളിന്റെ ഉമ്മയാണോ, ഇവിടം വരെ ഒന്ന് വരണം, കയ്യിൽ കഞ്ചാവുമായി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര കേസുകളാണ്, എത്രയെത്ര ഉമ്മമാരാണ് ബോധം കെട്ട് വീണത്, എത്രയെത്ര വാപ്പമാരാണ് നിലവിളിച്ച് ഓടിച്ചെന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ല റബ്ബേ. ആ കുടുംബം വിളിച്ചു പറയുകയാണ്, ഉസ്താദേ 12 വയസ്സ് മുതൽ അതാ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. അവസാനം ആ ലഹരിക്ക് അഡിക്റ്റായെന്ന് മാത്രമല്ല, പരിസരം പോലും മറന്നുപോയി, കുടുംബക്കാരെ തിരിച്ചറിയുന്നില്ല, തിരിച്ചറിയുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല, രാത്രി ഉറക്കമില്ല, ഭക്ഷണം വേണ്ട. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരൊച്ചയും ബഹളവും കേട്ട് പെട്ടെന്ന് ഫോണങ്ങ് കട്ടായി. എന്നോടൊന്നും പറയാതെ പെട്ടെന്ന് ഫോണങ്ങ് കട്ടായി പോയി. ഞാൻ വിഷമിച്ചു പോയി. പടച്ചവര്, എന്ത് അപകടമായി, എന്ത് സംഭവിച്ചു എന്നറിയുന്നില്ല. ഏകദേശം അരമണിക്കൂറിന്റെ ഉള്ളിൽ തിരിച്ചു വിളിച്ചിട്ട് പറയുക, ഉസ്താദേ, എന്റെ മകൻ അടുത്തുണ്ടായിരുന്നു, വിളിച്ചുകൊണ്ടു നിന്ന സമയത്ത് അല്ലാ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നിലവിളിച്ചുകൊണ്ടോടി. നിലവിളിച്ചുകൊണ്ട് ഭ്രാന്തനെ പോലെ പുറത്തേക്ക് ഇറങ്ങി ഓടിയപ്പോ അവിടെയുള്ള സെക്യൂരിറ്റിക്കാർ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ട് വന്നു. പെട്ടെന്നതാ ഫോൺ ഓഫായി പോയത്. നിങ്ങൾ ആലോചിച്ചു നോക്കാ, കുടുംബത്തിന് ഉറക്കമില്ല, അവരുടെ അഭിമാനം നട്ടത്തില്ല, അവരുടെ സമ്പത്ത് നട്ടത്തില്ല, അവരുടെ സന്താനങ്ങൾ നട്ടത്തില്ല. എന്തുകൊണ്ട്? അരമനയുടെ അകത്തളം ആത്മീയമായ മനോഹാരിത ഇല്ലാത്തത് കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങളെ, കുടുംബ ജീവിതത്തിൽ സന്തോഷം വേണോ? വീട്ടിൽ സ്വലാത്ത് ചെല്ലുന്ന മക്കളെ ഉണ്ടാക്കിക്കോ. കുടുംബത്തിൽ ബർക്കത്തുണ്ടാവും, കുടുംബത്തിൽ ഖൈറുണ്ടാവും.
കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, മക്കളെ നന്നാക്കുന്ന സഹോദരിമാര് മക്കളെ നല്ല നിലയ്ക്ക് സ്വാലിഹീങ്ങളാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അത് കുടുംബത്തിന്റെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഗർഭിണികളായ സഹോദരിമാര് തന്നെ മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് തന്നെ മക്കളുടെ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ മുതൽ അവരെ തർബിയത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഗർഭിണികളായിരിക്കുന്ന സമയത്ത് ഒരു തോന്നിവാസവും കേൾക്കാൻ പാടില്ല, ഒരു ഹറാമ് കേൾക്കാൻ പാടില്ല. കാരണം നിന്നോടൊപ്പം ഈ കുഞ്ഞും അതിൽ പങ്കാളിയാണ്. വിശുദ്ധമായ ഖുർആൻ ധാരാളം ഓതേണ്ട സമയമാണ്, സ്വലാത്ത് ധാരാളം ചൊല്ലേണ്ട സമയമാണ്. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. രണ്ട് ദുഃഖമാണ്, രണ്ട് ദുഃഖമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. ഒന്ന്, മക്കളില്ലാത്ത ദുഃഖം. അല്ലാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ തരട്ടെ. ആമീൻ പറയും. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ തരട്ടെ. ഉള്ള മക്കളെ അല്ലാഹു സാലിഹ്യങ്ങളാക്കി തരട്ടെ. ഗർഭിണികളായ സഹോദരിമാർക്ക് അല്ലാഹു സന്തോഷമുള്ള പ്രസവം കൊടുക്കട്ടെ. പ്രസവാനന്തര പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കട്ടെ. ഒന്നാമത്തെ ദുഃഖം എത്ര ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ, ആ കാണുന്ന പറമ്പെന്റെതാണ്, ഈ കാണുന്ന വാഹനമെന്റെതാണ്, ആ കാണുന്ന വിശാലമായ വീടെന്റെതാണ്, എനിക്കിവിടെയും ഗൾഫിലും ഒരുപാട് സാമ്പത്തിക സംവിധാനങ്ങളുണ്ട്, എനിക്കൊരുപാട് സാമ്പത്തിക സാമ്രാജ്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് വരെ എനിക്കൊരു സമാധാനമില്ല, എനിക്ക് ഖൽബിനൊരു റാഹത്തില്ല. എത്ര ആളുകളാ കരന്നുകൊണ്ട് പറയുന്നത്? കാരണം ചോദിക്കുമ്പോ എനിക്കൊരു കുഞ്ഞില്ല, വാപ്പ എന്ന് വിളിക്കാൻ എനിക്കൊരു മോളെ അല്ലാഹു തന്നില്ല, ഒരു മകനെ അല്ലാഹു എനിക്ക് തന്നില്ല. സന്താനങ്ങളെ വേണ്ടതുപോലെ നേർവഴിക്ക് നടത്താൻ പറയുമ്പോ അവരവരുടെ വഴിക്ക് പോട്ടെ എന്ന് ചിന്തിച്ച് അഹങ്കാരത്തോടെ പോകുന്ന പുത്തൻ തലമുറയോടാ പറയുന്നത്. കണ്ണുനീരോടെ എത്ര പതിറ്റാണ്ടുകളായി പടച്ച റബ്ബിന്റെ മുമ്പിൽ ദുആരക്കുന്ന മാതാപിതാ കുടുംബിനും കുടുംബനാഥനും എത്രയുണ്ട്. മക്കളല്ലാതെ പരീക്ഷണമോ? ഒന്ന് കാര്യമായി ചിന്തിക്ക്. രണ്ടാമത്തെ ദുഃഖം ഏതാണെന്നറിയോ? മക്കളെ കൊണ്ടുള്ള ദുഃഖമാണ്. ഒന്ന് മക്കളില്ലാത്ത ദുഃഖമാണ്, രണ്ടാമത്തത് മക്കളെ കൊണ്ടുള്ള ദുഃഖമാണ്. ആദ്യത്തെ ദുഃഖത്തിനേക്കാളും വലിയ ഗൗരവപ്പെട്ട ദുഃഖമാണ് രണ്ടാമത്തെ ദുഃഖം. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ, എനിക്ക് ഇങ്ങനൊരു മകളില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എനിക്ക് ഇങ്ങനൊരു മകനില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഉസ്താദേ. മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട്. പടച്ചവൻ എനിക്ക് മക്കളെ തന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം ഒരു മകളെ കൊണ്ട് ആറ്റുനോറ്റ് വളർത്തി വലുതാക്കി താഴെ വെച്ചാ ഉരുമ്പരിക്കും, തറയിൽ വെച്ചാൽ തലയിൽ വെച്ചാ പേനരിക്കും എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുത്ത് വളർത്തി വലുതാക്കി നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുത്ത് പറക്കമുറ്റാറായപ്പോ മതം പോലും നോക്കാതെ കൈവിട്ടിറങ്ങി ഓടിയ പെണ്ണ് അവസാനം നിലവിളിച്ചുകൊണ്ട് കുടുംബ കോടതികളുടെ പരിസരങ്ങളിൽ പ്രിയപ്പെട്ട മാതാപിതാക്കള് ബോധം കെട്ടുവീടുന്ന എത്ര കഥകളാണ് നമ്മൾ വാട്സാപ്പിലൂടെ, എഫ്ബിയിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, ചാനലിലൂടെ, പത്രത്തിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞത്, കേട്ടറിഞ്ഞത്, കണ്ടറിഞ്ഞത്. വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട മാതാവിന്റെ ഹൃദയത്തിന്റെ തീക്കനൽ അവർക്കറിയില്ലല്ലോ, വിഷമം അവർക്കറിയില്ലല്ലോ. അവരുടെ ദുഃഖം ഒരിക്കലും തണുപ്പിക്കാൻ ലോകത്തൊരു സിദ്ധൌഷധവുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ പ്രിയപ്പെട്ട ഉമ്മാനെ ഉപ്പാനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഒരു തീരുമാനമുണ്ടാകല്ല പെങ്ങളെ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ബക്കറ്റ് പ്രിയപ്പെട്ട സഹോദരിമാരുടെ അടുക്കിലേക്ക് കൊണ്ടുവരും. ആ ബക്കറ്റിന്റെ സൗന്ദര്യം ആസ്വദിക്കാനല്ല, നല്ല ഹദിയകൾ ആ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ ചെയ്യട്ടെ. എല്ലാ ഉമ്മമാരും സഹോദരിമാരും നല്ല സംഭാവനകൾ ആ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം. അപ്പോ രണ്ടാമത്തെ ദുഃഖം ആദ്യത്തെ ദുഃഖത്തെക്കാളും വിഷമകരമാണ്. ഏതാണത്? മക്കളെ കൊണ്ടുള്ള ദുഃഖം. അല്ലാഹ്, അത് പറഞ്ഞാൽ തീരാത്ത ദുഃഖമാണ്. കുടുംബജീവിതത്തിൽ മക്കൾ നന്നായില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ എന്തെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ദുആരക്കാൻ സമയം കണ്ടെത്തണം. അവരോടൊപ്പം ഒരൽപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉണ്ടാക്കിയെടുക്കണം.
എപ്പോഴും പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മക്കളെ ലാളിക്കാൻ സമയമില്ലാത്ത ആളുകൾ ഒരുപാടുണ്ട്. മക്കളെ സ്നേഹിക്കാൻ സമയമില്ലാത്തവർ, അവർക്ക് വേണ്ടതുപോലെ സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് ഏതെങ്കിലും കാപാലികന്റെ കാപട്യമുള്ള സ്നേഹത്തിൽ അവർ വഞ്ചിക്കപ്പെട്ടു പോകുന്നത്. അവസാനം നിലവിളിച്ചതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് മനസ്സു തുറന്ന് മക്കളെ സ്നേഹിക്കാനുള്ള ഒരു മനോഗതി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്കുണ്ടാവണം. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. ഏത് സമയവും ഓടി അണയാനുള്ള അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലിതസ്കുനു ഇലൈഹാ, എന്ത് വിഷമത്തോടെ ഓടി അണയാറുള്ള ഒരു കേന്ദ്രമാണ്, സമാധാനത്തിന്റെ കേന്ദ്രമാണ്. അത് കലഹത്തിന്റെ കേന്ദ്രമാക്കല്ലേ, അത് വിഷമത്തിന്റെ കേന്ദ്രമാക്കല്ലേ, അത് പ്രയാസത്തിന്റെ കേന്ദ്രമാക്കല്ലേ. എന്ത് പ്രയാസത്തിന്റെയും പരിഹാരത്തിന്റെ പറുദീസയാണ് കുടുംബം. അതുകൊണ്ട് ഭർത്താവ് എവിടെ നിന്ന് ഓടി വരുമ്പോഴും അവന് സമാധാനമുള്ള ഒരു വർത്തമാനം ഉണ്ടാകണം, അവന് സന്തോഷമുള്ള ഇടപെടൽ ഉണ്ടാവണം, അവന് നിന്നെ കാണുമ്പോൾ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മാ പെങ്ങളെ, ഇല്ലെങ്കിൽ കുടുംബ ജീവിതത്തിന്റെ കാര്യം പ്രയാസമാണ്. എപ്പോഴും നല്ല വൃത്തിയായി ഇടപെടണം, എപ്പോഴും നല്ല വൃത്തിയായി ഇടപെടണം. വൃത്തി എന്ന് പറയുന്നത് കുടുംബ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അതാ ഒരു പെണ്ണൊരു പരാതിയുമായി വരുകയാണ്. തങ്ങളെ, എനിക്ക് അദ്ദേഹത്തിനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഒഴിവാക്കി തരണം, എനിക്ക് എത്രയും പെട്ടെന്ന് അയാളോടൊപ്പം ജീവിക്കാൻ ഒരു സൗകര്യമില്ല, ഒരു റാഹത്തുമില്ല, എത്രയും പെട്ടെന്ന് തീരുമാനാക്കണം. എന്തു പറ്റി? എന്താണ് പ്രശ്നം? അയാള് കുളിക്കൂല, നഖവും മുറിക്കൂല, മുടിയും വിട്ടൂല, ഭയങ്കര സ്മെല്ലാണ്, അടുക്കാനും പറ്റൂല, വൃത്തി എന്ന് പറയുന്നത് ശീലിച്ചിട്ടില്ല. ശരി, ഒരാളോട് പറഞ്ഞു, അയാളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അയാളെ വിളിച്ചോണ്ട് വന്നു. അയാൾ ദൂരേന്ന് വരുന്നത് കണ്ടപ്പോഴത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ, പടച്ചവനെ, ഇതൊരു കാട് ഇളകി വരുന്നത് പോലെ ഉണ്ട്. ചില ചെറുപ്പക്കാര് മുടിവെട്ടാതെ അങ്ങനെ ഉണ്ടല്ലോ, പാമ്പോ വഴുതാരോ എന്ത് കയറിയിരുന്നാലും അറിയില്ല, അമ്മാതിരി മുടിയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതേപോലെ ഒരു വല്ലാത്ത കോലം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം പറഞ്ഞു, എവിടെ ഇത്രയും നാൾ ഇയാളെ എങ്ങനെ സഹിച്ചു എന്നുള്ളതാണ് അത്ഭുതം. ഇയാളോട് വീട്ടിന്റെ ഉള്ളിൽ കയറാൻ പറഞ്ഞു. വീട്ടിന്റെ ഉള്ളിൽ കയറ്റി. ഒരാളോട് പറഞ്ഞു, ഒരു ബാർബർ വിളിച്ചിട്ട് പറഞ്ഞു മൊത്തം വെട്ടിയിറക്കാൻ പറഞ്ഞു. അങ്ങനെ കാടെല്ലാം വെട്ടിത്തെളിച്ചു, മൂടിയൊക്കെ ഉഷാറാക്കി വെട്ടി നല്ല പുതിയാപ്പിളയാക്കി. അയാളോട് പറഞ്ഞു, അകത്ത് പോയി കുളിക്കാൻ പറഞ്ഞു, വൃത്തിയായിട്ട് നല്ല ഉഷാറായിട്ടൊന്ന് കുളിക്കാൻ പറഞ്ഞു. നല്ല കുളിയൊക്കെ പെരുന്നാളിന് കുളിക്കുന്ന മാതിരി നല്ല ഉഷാറാക്കി കുളിച്ചു. നല്ല ഡ്രസ്സ് കൊടുത്തു, നല്ല പുതിയാപ്പിളയാക്കി ഡ്രസ്സൊക്കെ ഇട്ടു. അങ്ങനെ മൂപ്പര് വെളിയിലേക്ക് വന്നു. മൂപ്പരുടെ കൈ പിടിച്ച് ഉമർ റളിയല്ലാഹു തആല വരാൻ പറഞ്ഞു. അടുത്ത് വന്ന് പെണ്ണിന്റെ അടുക്കലേക്ക് വരുമ്പോ പെണ്ണ് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഒരു സാധനം കുറെ നേരമല്ലേ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട്, എന്തെങ്കിലും തീരുമാനമുണ്ടോ? എനിക്ക് സമയമില്ല, വേഗം പോവാനുണ്ട്. മനസ്സിലായില്ല, ഭർത്താവാണെന്ന് മനസ്സിലായില്ല. ഈ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി മുടിയും വെട്ടി നല്ല റാഹത്ത് ഉഷാറാക്കി പുതിയാപ്പിളാക്കി ഉമർ റളിയല്ലാഹു തആല തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്ന, കൈ പിടിച്ച് കൊണ്ടുവരുന്ന ആള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവാണെന്ന് ഈ പെണ്ണിന് മനസ്സിലായില്ല. പെണ്ണ് പറയുന്നു, ഒരു മുതൽ കുറെ നേരമായില്ലേ ഉള്ളിലൊക്കെ കൊണ്ടുപോയിട്ട്, എന്തെങ്കിലും തീരുമാനം ഉണ്ടോ? എനിക്ക് പോണം, സമയമില്ല. ഈ പെണ്ണിന്റെ കയ്യിലേക്ക് അടുത്തു കൊണ്ടുപോയി നിർത്തിയിട്ട് പറയുന്നു, ഇതാണ് നിന്റെ ഭർത്താവ്. അവൾ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹ്, ഇത്രയും സൗന്ദര്യമുള്ള ആളായിരുന്നോ? ഇത്രയും റാഹത്തുള്ള ആളായിരുന്നോ? അപ്പൊ എന്ത് വേണം? നല്ല വൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മണിയറയിലേക്ക്, അവരുടെ കിടപ്പറയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിർബന്ധമായി നമ്മൾ ബ്രഷ് ചെയ്തിരിക്കണം. ആ മണിയറ എപ്പോഴും മനോഹരമായിരിക്കണം. അത് കുടുംബജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കിടപ്പറകൾ വളരെ സന്തോഷപൂർണമായിരിക്കണം. അത് നിങ്ങളുടെ ലോകമാണ്. അത് അല്ലാഹു സന്തോഷിക്കാൻ തന്ന ലോകമാണ്. അത് അല്ലാഹു സന്തോഷത്തിന്റെ ലോകമാക്കി അല്ലാഹു നൽകിയതാണ്. അതുകൊണ്ട് ആ ഭാഗം വളരെ ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ടവര്. ഞാൻ വളരെ ഗൗരവത്തിൽ ആ വിഷയം ഓർമ്മപ്പെടുത്തുകയാണ്. വൃത്തി ഉണ്ടാവണം. അപ്പോ
അപ്പോൾ കുടുംബജീവിതം സുബ്ഹാനല്ലാഹ് അത് പന്ത് തട്ടി കളിക്കാനുള്ളതല്ല. നിസ്സാര വിഷയങ്ങൾക്ക് പരസ്പരം അതാ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ളതല്ല. മഹല്ലുകളുടെ മേശപ്പുറങ്ങളിലേക്ക് അതാ കൊണ്ടുപോയി പേപ്പർ വെക്കാനുള്ളതല്ല. വീട്ടിന്റെ ഉള്ളിൽ വെച്ച് തന്നെ നിസ്സാരമായി പരിഹരിക്കേണ്ട വിഷയം നാലാൾ അറിയുന്നു, പിന്നെ പുറത്തു പോകുന്നു, പിന്നെ മഹല്ലാകുന്നു, നാടായി, പിന്നെ ഒരിക്കലും അടുക്കാൻ പറ്റാത്തൊരു വിഷയമായി. ക്ഷമ എന്ന് പറയുന്ന സാധനമില്ല, ആണിനുമില്ല പെണ്ണിനുമില്ല. ക്ഷമയുണ്ടെങ്കിൽ ഏറെക്കുറെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു. ക്ഷമ എന്ന് പറയുന്നൊരു കാര്യമില്ല. എല്ലാവർക്കും എല്ലാവരും പറഞ്ഞത് ജയിക്കണം. അവരോര് പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് ഉദാഹരണം പറയുന്നത് പോലെ നമ്മുടെ അടുത്താണ് ന്യായം എന്നെല്ലാവരും ചിന്തിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോ നമ്മൾ തോറ്റു കൊടുക്കണം, അത് നമ്മുടെ ജയമാണ്. ചിലപ്പോ നമ്മൾ തോറ്റു കൊടുക്കണം, നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ തോറ്റു കൊടുക്കണം. കാരണം അവൾ ജയിച്ചൊരു സന്തോഷം കാണാൻ അതല്ലാതെ വേറെ നിവൃത്തിയില്ല. ഭാര്യ ജയിക്കുമ്പോ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണണമെങ്കിൽ നമ്മൾ തോറ്റു കൊടുക്കണം. അപ്പോൾ അവൾ ജയിച്ചു. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുമായി ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജയിച്ചു ആദ്യത്തെ ഓട്ടത്തിൽ. അപ്പൊ ആയിഷ ബീവിക്ക് ഒരു സങ്കടമായി. നബി തങ്ങൾക്ക് അത് മനസ്സിലായി, ഞാൻ ജയിച്ചപ്പോ എന്റെ ഭാര്യയ്ക്കൊരു സങ്കടമായി, എന്നാ പിന്നെ ഒന്നും കൂടെ ഓടുകല്ലേ എന്ന് വെച്ചു. രണ്ടാമത്തെ മത്സരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനഃപൂർവ്വം തോറ്റു കൊടുത്തു. എന്നിട്ട് ഓടി മുമ്പേ കയറി ആര്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ. ആ സന്തോഷം കാണാനാണ്. അപ്പൊ ചിലപ്പോ നമ്മൾ തോറ്റു കൊടുക്കണം. അവരുടെ സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം കാണാൻ ചിലപ്പോൾ നമ്മൾ തോറ്റു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരുകയാണ്. ലിതസ്കുനൂ ഇലൈഹാ, നമുക്ക് ഓടി അണയുമ്പോൾ സന്തോഷമുണ്ടാകാനുള്ള കേന്ദ്രമാണ് നമ്മുടെ കുടുംബം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 40ാമത്തെ വയസ്സ് പൂർത്തിയായപ്പോൾ ഹിറാ ഗോഖരത്തിൽ 3x10⁻⁸ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശമുണ്ടല്ലോ, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശമുണ്ടല്ലോ. ആ പ്രകാശത്താൽ പടക്കപ്പെട്ട മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളിൽ പ്രമുഖനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിറകടിച്ചുകൊണ്ട് ആദ്യമായി കടന്നു വന്നില്ലയോ? ഇഖ്റഇന്റെ മന്ത്രധ്വനിയുമായി കടന്നു വന്നില്ലയോ? ഹിറായിൽ കടന്നു വന്നില്ലയോ? ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട പ്രത്യേകമായ സന്ദർഭത്തെക്കുറിച്ച് വിശുദ്ധമായ ഹദീസുകളിൽ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നില്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ജിബ്രീലിനെ കണ്ട പരിഭവത്തോട് ഇലാ ഹളറത്തി അദാ, ബഹുമാനപ്പെട്ട മഹദി അവർക്ക് കടന്നു ചെല്ലുകയാ. ബഹുമാനപ്പെട്ട മഹദി അവരിലേക്ക് കടന്നു ചെല്ലുകയാ. അവരോട് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബീവി ചോദിക്കുകയാ, എന്താണ് നബിയെ, എന്താണ് പ്രയാസം? അപ്പൊ എന്ത് ചെയ്തു? എന്താണ് നബി അങ്ങക്ക് പ്രയാസം? എന്ത് വിഷമമാണ്? എന്ത് പ്രയാസാണെങ്കിലും മഹദിമാരെ തന്റെ ഭാര്യമാരിലേക്ക് ഓടി ചെല്ലും. കണ്ടോ, ലോകനായകർക്ക് സമാധാനം കൊടുക്കുന്നത് കുടുംബിനികളാണ്. ഓ ഉമ്മമാരേ, ഓ സഹോദരിമാരേ, നിങ്ങളുടെ 2 സന്തോഷ വാക്കുകൾ കൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് കുടുംബജീവിതമാണ്? കുടുംബജീവിതമാണ്? അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ബീവി സമാധാനിപ്പിച്ചില്ലയോ? സമ്മിലൂനി യാ ഖദീജ, എനിക്ക് പനിക്കുന്നു ഖദീജ, എനിക്ക് പനിയുണ്ട് ഖദീജ, എന്നെ പുതപ്പിട്ടൊന്ന് മൂടോ ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാര്യം അന്വേഷിച്ച് വിശദമായി കേട്ടപ്പോ, നിങ്ങൾ പേടിക്കണ്ട, വല്ലാഹി വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ,
നബിയേ നിങ്ങളെ അല്ലാഹു കൈവിടൂല. നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നത് നബിയേ? നിങ്ങളെ അല്ലാഹു കൈവിടൂല, നിങ്ങളെ അല്ലാഹു നിസാരനാക്കൂല, നിങ്ങളെ അല്ലാഹു വിഷമിപ്പിക്കൂല. കാരണം നിങ്ങൾ ഒരുപാട് നന്മയുള്ളവരാൻ, അതിഥികളെ സൽക്കരിക്കുന്നവരാൻ, കുടുംബബന്ധം ചേർക്കുന്നവരാൻ, വിഷമങ്ങൾ ഏറ്റെടുക്കുന്നവരാ. എന്ത് പ്രയാസമാണോ ദുഃഖമാണോ അങ്ങയുടെ അടുക്കൽ വന്ന് പറഞ്ഞാലും ഇല്ല എന്നവർ നിങ്ങൾ പറയില്ലല്ലോ. എന്ത് പ്രയാസവും ഏറ്റെടുക്കുന്ന നബിയേ നിങ്ങൾ വിഷമിക്കണ്ട വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയതാരാ? പ്രിയപ്പെട്ട പെങ്ങള്, തന്റെ പ്രിയപ്പെട്ട മഹതിയായ പ്രാണപ്രയസിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാ. ഖദീജ ബീവിയുടെ ചരിത്രം എത്ര നമ്മൾ കേട്ടിട്ടുണ്ട്, അത്ഭുതമല്ലേ? അല്ലാ വലിയ കച്ചവടക്കാരിയായിരുന്ന, ധനാട്ടിയായിരുന്ന, ഒരുപാട് സാമ്പത്തിക സംവിധാനമുള്ള ഖദീജയുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന സാമ്പത്തിക സംവിധാനമില്ലാത്ത നേതാവിനെ വിവാഹം കഴിച്ചപ്പോ നാട് നീളെ അതാ അപരിഹസിക്കാൻ തുടങ്ങി. ഖദീജയോട് പറയുകയല്ല, നാണമില്ലേ അറബിച്ചക്കര്, ഒന്നുമില്ലാത്ത മുഹമ്മദിനെ ഏറ്റെടുക്കാ, ഇത്രയും വലിയ സമ്പത്തിന്റെ ഉടമയായ ഖദീജ, നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ വിവാഹം കഴിച്ചപ്പോ പരിഹാസമായി കടന്നു വന്ന് ശത്രുക്കളെ പരാജയപ്പെടുത്തിയ ഖദീജ വീട്ടിൽ വലിയൊരു സൽക്കാരമുണ്ടാക്കി. സർവ്വ ആളുകളെയും അവിടെ വിളിച്ചുകൂട്ടുകയാണ്. സർവ്വ ആളുകളെയും അവിടെ വിളിച്ചുകൂട്ടി വലിയൊരു വേദി ഉണ്ടാക്കി. എന്നിട്ട് വലിയൊരു സിംഹാസനം അവിടെ വെച്ചു. സർവ്വ ശത്രുക്കൾക്കും ശത്രുക്കൾക്കെല്ലാം സർവ്വ തന്നെ അപഹസിച്ചവരും പരിഹസിച്ചവരും പരിസരത്ത് ഒരുമിച്ചുകൂടി അവസാനം ഒരു സിംഹാസനം മുന്നിൽ വെച്ചു കൊടുത്തു. ആളുകളെല്ലാം വന്നിരുന്നു. ആർക്കായി സിംഹാസനം? ആർക്കാണ് ഈ മനോഹരമായ ചേംബർ? അവസാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുതിയ ആപ്പിളയെ പോലെ ഒരുക്കി കൊണ്ടുവന്ന് ആ സിംഹാസന സമാനമായ കസേരയിലിരുത്തിയിട്ട് അവരോട് പറയുകയാ, ഈ ഖദീജയ്ക്ക് എന്തെല്ലാം സമ്പത്തുണ്ടോ, ഈ ഖദീജയ്ക്ക് എന്തെല്ലാം സമ്പത്തുണ്ടോ, അത് മുഴുവനും ഇതാ ഈ അല്ലാഹുവിന്റെ റസൂലായ എന്റെ പ്രിയപ്പെട്ട ഭർത്താവായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഞാനിതാ കൊടുത്തിരിക്കുന്നു. ഞാനിപ്പോ ഒന്നുമില്ലാത്തവളാ, എന്റെ കയ്യിലാ ഒന്നുമില്ലാത്തത്, എന്റെ കയ്യിലാ ഒന്നുമില്ലാത്തത് എന്ന് പറഞ്ഞ് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല ഉള്ള സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ച ചരിത്രമല്ലയോ ഞാൻ പറഞ്ഞു വരുന്നത്? പെങ്ങളെ, ഓടി അണയാനുള്ള കേന്ദ്രമാണ് വീട്. അവിടെ വരുമ്പോൾ വിഷമം കൂടാനല്ല കുറയ്ക്കാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു തആല ഖൈർ നൽകട്ടെ, അല്ലാഹു തആല പറഞ്ഞത് കേട്ടതുകൊണ്ട് പൊരുത്തത്തിലാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട് പരലോക ചിന്തയുള്ള വീടുണ്ടാവണം. കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിമാരുടെ വിശേഷണം നമുക്കുണ്ടാവണം. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. മടിയിൽ കിടന്ന് മയങ്ങിപ്പോയി, ഉറങ്ങി. അല്ലാഹുവിന്റെ റസൂൽ കാന റഅസുഹു ഫീ ഹിജ്രി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഫനഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളത് മയക്കത്തിലായി. ആ സമയത്ത് ഫദക്കറത്തിൽ ആഖിറ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ചു. കണ്ടോ? ആ സമയം ഏറ്റവും വലിയ സന്തോഷമുള്ള സമയം. ആയിഷ ബീബിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമുള്ള സമയമാണ് ആ സമയം. ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ചു. നമ്മൾ എപ്പോഴാണ് ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്? നമ്മളൊരു ദുഃഖം വരുമ്പോഴാണ്, ഒരു പ്രയാസം വരുമ്പോഴാണ്, ഒരു പരീക്ഷണം വരുമ്പോഴാണ്, ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് കൂടുതൽ നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കുക. സന്തോഷമുണ്ടാകുമ്പോൾ റബ്ബിനെ മറന്നു പോകുന്ന ഒരവസ്ഥയാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടിത്തട്ടിലുള്ള ആ സമയത്ത് ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ചു. ഫബക്കത്ത് ഹത്താ സാല ദംഉഹാ,
ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ കണ്ണുനീർ തുള്ളികൾ ഫനഖത അലാ ഖദ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മനോഹരമായ റോസായിതളിനെക്കാളും നൈർമല്യമുള്ള പനിനീർ പുഷ്പത്തിന്റെ നൈർമല്യമുള്ള ആ കവിൾത്തടത്തിലേക്ക് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുനീര് വന്ന് വിറ്റു വീണു. ഫന്തബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ കണ്ണു തുറന്നു. അവിടുത്തെ മിഴി തുറന്ന് നോക്കുമ്പോൾ ആയിഷ ബീവിന്റെ രണ്ട് കണ്ണിങ്ങനെ ഒലിച്ചു വിഷമിച്ചിരിക്കുക. മാ യുബികീകി യാ ആയിഷ, എന്താണ് മോളെ ആയിഷ നീ കരയുന്നത്? എന്ത് വിഷമമാണ് നിനക്ക്? കാലത്ത് ആയിഷ ബീവി പറയുകയാണ്, യാ റസൂലല്ലാഹ് ദക്കർതുൽ ആഖിറ, ഞാൻ ആഖിറത്തിനെ കുറിച്ച് ഓർത്തു, റബ്ബിന്റെ പരലോകത്തിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു. ആ സമയത്ത് എനിക്ക് 2-3 കാര്യങ്ങൾ ഓർമ്മ വന്നു. യാ റസൂലല്ലാഹ് ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ കുടുംബത്തെ കുറിച്ച് ഓർക്കുമോ നബിയേ? ഇപ്പോൾ അങ്ങയുടെ മടിയിൽ ഞാൻ തലവെച്ച്, അതാ എന്റെ മടിയിൽ അങ്ങ് തലവെച്ച് കിടക്കുന്നുണ്ട്. അങ്ങയുമായിട്ടുള്ള ജീവിതം എനിക്കേറെ സന്തോഷമാണ്, ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള സന്തോഷമാണ്. എനിക്കിതിനേക്കാളും വലിയൊരു സമ്പത്ത് ദുനിയാവിൽ കിട്ടാനില്ല. പക്ഷെ അടുത്ത നിമിഷം ഈ ദുനിയാവിന്റെ സന്തോഷം തീർന്നു പോകുന്നതാണ്, എല്ലാം നശിച്ചു പോകുന്നതാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പക്ഷേ പരലോക ജീവിതം ഒരിക്കലും തീരില്ലല്ലോ. അവിടെ അങ്ങ് ഈ കുടുംബത്തെ ഓർക്കുമോ? ഈ സാധുവായ ആയിഷാനെ ഓർക്കുമോ? അങ്ങ് വലിയ സ്ഥാനത്തല്ലേ നബിയേ? അങ്ങക്ക് വലിയ പവറല്ലേ നബിയേ? അങ്ങ് പ്രവാചകന്മാരെക്കാളും ഉന്നത സ്ഥാനത്തല്ലേ? അങ്ങ് കാരണമല്ലേ പ്രപഞ്ചം അല്ലാഹു പടച്ചത് നബിയേ? അതുകൊണ്ട് ഈ സാധുവായ എന്നെ അടക്കമുള്ള കുടുംബത്തെ കുറിച്ച് നാളെ പരലോകത്തിൽ ഓർക്കുമോ? ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ അതിന് മറുപടിയായി പറയുകയാ, യാ ആയിഷ, ഓ ആയിഷ, അല്ലാഹുവിന്റെ റസൂൽ ആണയിട്ടുകൊണ്ട് പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി ഫീ സലാസതി മവാതിർ, 3 രംഗം വരാനുണ്ട് ആയിഷ, 3 സ്ഥലങ്ങൾ വരാനുണ്ട് ആയിഷ. പരലോകത്തിലുള്ള ആ 3 സ്ഥലങ്ങളിൽ ഫഇന്ന അഹദൻ ലാ യദ്കുറു ഇല്ലാ നഫ്സഹു, സ്വന്തം ശരീരത്തെ അല്ലാതെ ഒരാളും ഓർക്കാൻ പറ്റൂല. സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രമേ ഓർമ്മ കാണുകയുള്ളൂ. വേറെ ഒരു പരിസരവും ഓർക്കൂല, വേറെ ഒരു പരിസരത്തെ ചിന്തയുണ്ടാവൂല. ഉമ്മ ഓർക്കൂല, വാപ്പ ഓർക്കൂല, മക്കളെ ഓർക്കൂല, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ, ഒരു ബന്ധത്തിനും വിലയില്ലാത്ത 3 സമയം നാളെ പരലോകത്തിൽ വരാനുണ്ട് ആയിഷ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ്. അല്ലാ നമ്മളെ ചിന്തിക്കും, മക്കളെ മറക്കുന്ന ഉമ്മയോ, വാപ്പയെ മറക്കുന്ന മക്കളോ, ഉമ്മയെ മറക്കുന്ന മക്കളോ, ഭാര്യയെ കണ്ടാൽ തിരിച്ചറിയാത്ത ലോകമോ, ഭർത്താവിനെ കണ്ടാൽ ശ്രദ്ധിക്കാത്ത ലോകമോ, കൂട്ടുകാരനെ കണ്ടാൽ മൈൻഡില്ലാത്ത ലോകമോ, സന്ദർഭമോ അങ്ങനെ ഉണ്ടാകുമോ ഉസ്താദേ എന്ന് പല ആളുകളും ചിന്തിക്കുന്നെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെയോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊറോണ എന്ന് പറയുന്ന ഒരു അസുഖം വന്നല്ലോ. ആ സമയത്ത് വാപ്പ മരിച്ചു കിടക്കുന്നത് പറയുമ്പോ മക്കള് പറയുകയാ, കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, വാപ്പാടെ മുഖം ഞങ്ങൾക്ക് കാണേണ്ട, നിങ്ങൾ അടക്കിക്കൊള്ളൂ, നിങ്ങൾ മറമാടിക്കൊള്ളൂ, നിങ്ങൾ മറവ് ചെയ്തുകൊള്ളൂ, ഞങ്ങൾ വീട്ടിൽ നിന്ന് ദ്വാരം കൊള്ളാം എന്ന് വാപ്പാടെ മയ്യത്ത് കാണാൻ പോകാത്ത മക്കളുടെ കാലം എന്റെ പ്രിയപ്പെട്ടവര് കൊറോണ സമയത്ത് നമ്മൾ കണ്ടില്ലയോ? കൊറോണ സമയത്ത് കണ്ടില്ലയോ? ഉമ്മ മരിച്ചപ്പോ ഉമ്മയുടെ മയ്യത്ത് ഒരു നോക്ക് കാണാത്ത മക്കളെ തല കഴിഞ്ഞു നമ്മുടെ കണ്ണു മുമ്പിൽ കണ്ടോ? ഭാര്യ മരിച്ചപ്പോ ഭർത്താവിന് കാണണ്ട, ഭർത്താവ് മരിച്ചപ്പോ ഭാര്യക്ക് കാണണ്ട. അല്ലാഹു ദുനിയാവിൽ തന്നെ വെച്ചുകൊണ്ട് അല്ലാഹു ആ കാലം നമുക്ക് കാണിച്ചു തന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവര്? അപ്പൊ പരലോകത്തിന്റെ കാര്യം പിന്നെ പറയാനുണ്ടോ?
പരലോകത്തിന്റെ കാര്യം പറയാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫീ സലാസതി മവാതിൻ, 3 സ്ഥലങ്ങൾ വരാനുണ്ട് ആയിഷ. ഫഇന്ന അഹദൻ ലാ യദ്കുറു ഇല്ലാ നഫ്സഹു, സ്വന്തം ശരീരത്തെ അല്ലാതെ ഒരാളും മറ്റൊരാളെ ഓർക്കൂല. ഒന്നാമത്തെ സ്ഥലം ഏതാണ്? ഇദാ ഉദിഅത്തിൽ മവാസിൻ വവസിനത്തിൽ അഅമാൽ ഹത്താ യൻദുറ ഇബ്നു ആദം വയഖഫു മീസാനുഹു വയസ്കുലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ള ഒരു വാക്ക് പോലും പറയാൻ നാവ് ഉയർത്തിയിട്ടില്ലാത്ത ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓരോ ആളുകളെയും നന്മ തിന്മകളെ എഴുതപ്പെട്ട ഏടുകൾ തൂക്കപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ. ഓരോ ആളുകളും ചിന്തിക്കുകയാണ്, എന്റെ മീസാൻ നന്മയുടെ ഭാരമാണോ കൂടുതൽ അതോ തിന്മയുടെ ഭാരമാണോ കൂടുതൽ? ആ സമയത്ത് പരിസരം മറന്നു പോകുന്ന സമയമാണ്, രക്ഷാശിക്ഷകൾ നിർണയിക്കുന്ന സമയമാണ്, സ്വർഗ നരകം നിർണയിക്കുന്ന സമയമാണ്, ജയ അപജയം നിർണയിക്കുന്ന സമയമാണ്, ജയപരാജയം നിർണയിക്കുന്ന സമയമാണ്. ആ സെക്കൻഡിൽ ഒരാളിനെയും ഓർക്കൂല ആയിഷ, ഒരാളും ഒരാളിനെയും ചിന്തിക്കൂല ആയിഷ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മകൾ വെളിവാക്കപ്പെടുന്ന ഒരു ലോകം വരാനുണ്ട്. പാപികളായി ഞങ്ങളുടെ ഒരാളിന്റെയും റൂഹിനെ നീ കൊണ്ടുപോകല്ല തമ്പുരാനെ, ഞങ്ങളുടെ ഒരാളിന്റെയും റൂഹിനെ പാപികളായി നീ കൊണ്ടുപോകല്ലേ അല്ലാ. വിശുദ്ധമായ റമളാനിന്റെ പടിവാദിക്കലാണല്ലോ അല്ലാ. ദോഷം പൊറുക്കുന്ന നിലക്ക് റമളാനിനെ കണ്ടുമുട്ടാനും ഒരുപാട് ആരാധനകളോടെ കടന്നു പോകാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സന്ദർഭോചിതമായി ഞാൻ പറയട്ടെയോ, നമ്മുടെ ഓരോ അമലുകളും ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു സേവ് ചെയ്യുകയാണ്, സേവ് ചെയ്യുകയാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹസാഹാ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് കാണുന്നതും കാത് കേൾക്കുന്നതും ഹൃദയം ചിന്തിക്കുന്നതും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, അല്ലാഹുവിന്റെ കലാമാണ്, റബ്ബിന്റെ ഖുർആനാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇന്ന സമഅ, നിശ്ചയമായും കേൾവി, വൽ ബസറ, കാഴ്ച, വൽ ഫുആദ്, ഹൃദയത്തിൽ അങ്കുരിക്കുന്ന ഓരോ ചിന്താ ശകലങ്ങളും, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അല്ലാഹുവിന്റെ കോടതിയിൽ പടച്ചവൻ ചോദിക്കാതിരിക്കുകയില്ല. അത് വല്ലാത്ത ലോകമാണ്, വല്ലാത്ത ലോകമാണ്. ഒന്നാലോചിച്ചു നോക്കന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ മൊബൈലിൽ എക്സ്റ്റേണൽ മെമ്മറി കാർഡായിരുന്നു, ചെറിയ മെമ്മറി ചിപ്പ് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ വരുന്ന എല്ലാം ഇന്റേണലാണ്, ഇൻബിൽറ്റ് ആയിട്ടാണ് വരിക. മുമ്പ് അങ്ങനല്ല, ചെറിയ ചിപ്പ് ഉണ്ടാവും മെമ്മറിയുടെ അല്ലേ. 500 MB 1 GB 2 GB ഇങ്ങനെ മെമ്മറി കാർഡ് ഉണ്ടാവും. ആ മെമ്മറി കാർഡ് നമ്മൾ ഇട്ട് കൊടുക്കും മൊബൈലിലേക്ക് അല്ലേ, ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ എടുക്കുന്ന ഓരോ ഫോട്ടോയും ഓരോ ഇമേജും ഓരോ വീഡിയോയും ഓരോ വോയിസ് ക്ലിപ്പും എല്ലാം അതിൽ സേവ് ആവും. ചിലപ്പോൾ നമ്മൾ കുറെ നാൾ ഉപയോഗിച്ചിട്ട് ആ മെമ്മറി കാർഡ് എടുത്തിട്ട് ചിലപ്പം സ്വർണം പൊതിയുന്ന പോലെ പൊതിഞ്ഞ് വൃത്തിയാക്കിയിട്ട് അലമാരയിൽ പേപ്പറിന്റെ അടിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കും. ചെറിയ സാധനമാണ്, കളഞ്ഞു പോകാതിരിക്കാൻ. നമ്മൾ പിന്നെ മറന്നുപോയി വെച്ച സ്ഥലം കുറെ നാളായി. ഉദാഹരണത്തിന് പറയാണ് കേട്ടോ, കുറെ നാളുകൾക്ക് ശേഷം ആ മെമ്മറി കാർഡ് നമ്മൾ സുബ്ഹാനല്ലാഹ് ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മൾ അലമാരി വൃത്തിയാക്കിയപ്പോ ചെറിയൊരു പൊതി, ആ പൊതി അഴിച്ചു നോക്കിയപ്പോ 10 കൊല്ലത്തിന് മുമ്പ് നമ്മൾ എടുത്തു വെച്ച മെമ്മറി കാർഡ് അതിലുണ്ട്. ഭയങ്കര സന്തോഷമായി. കുറെ നാളായല്ലോ കാണാതിരുന്നിട്ട്, കിട്ടി.
അപ്പൊ നമ്മളൊരു മൊബൈലിൽ എന്ത് ചെയ്യും, എടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ റീഡറിൽ കണക്ട് ചെയ്തു, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യും, എങ്ങനെയാവട്ടെ സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്ടറിൽ കണക്ട് ചെയ്യും, എന്തുവാട്ടെ. കണക്ട് ചെയ്തപ്പോ അത്ഭുതം, 10 കൊല്ലത്തിനു മുമ്പ് താൻ എടുത്ത പിക്ചറുകൾ. ഇപ്പം മോന് അല്ലെങ്കിൽ മകൾക്ക് എത്ര വയസ്സുണ്ട്? 10 വയസ്സുണ്ട്. പ്രസവിച്ച സമയത്ത് ആ കുഞ്ഞു വാവയായിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോസ് ഉണ്ട്, വീഡിയോ ഉണ്ട്. 10 വർഷത്തിന് മുമ്പ് താൻ നല്ല യുവാവായിരുന്നു, ആ സമയത്തുള്ള വീഡിയോ. ഇതൊക്കെ അയാൾ ചിന്തിക്കുകയാണ്, പടച്ചോനെ ഇതൊക്കെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ. ഭയങ്കര നിധി കിട്ടിയ മാതിരി സന്തോഷം. വോയിസുകളുണ്ട്, പല സാധനമുണ്ട്, നോക്കുന്നു, സന്തോഷിക്കുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പെങ്ങളെ, നമ്മുടെ ഉള്ളിൽ ഇന്റേണായൊരു അതാ ബെൽറ്റായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാർ, ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ മെമ്മറി കാർഡുകൾ അതൊരു പക്ഷേ മെമ്മറി ഫുള്ള് കാണിക്കും, ചിലപ്പോൾ ഹാങ് ആവും, ചിലപ്പോൾ വൈറസ് കയറും, ചിലപ്പോൾ അതിന് കേടുപാടുകൾ സംഭവിക്കും. എന്നാൽ അല്ലാഹു ഹൃദയത്തല്ലാഹു ശരീരത്തിൽ, ഓരോ മനുഷ്യന്റെ ശരീരത്തിലും വെച്ചിട്ടുള്ള ഒരു ചിപ്പുണ്ട്, ഒരു മെമ്മറി കാർഡുണ്ട്. ആ മെമ്മറി കാർഡിന്റെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മുടെ കണ്ണുകൊണ്ടെടുക്കുന്ന വീഡിയോസും ഇമേജുകളും എല്ലാം അതിൽ സേവ് ആവുകയാണ്. നമ്മുടെ കാതുകൾ കൊണ്ട് കേൾക്കുന്ന വോയിസുകൾ, നാം കൊണ്ട് പറയുന്ന സംസാരമെല്ലാം അതിൽ സേവ് ആവുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിക്കുന്ന ഓരോ വർത്തമാന ചിന്തകളും ആ മെമ്മറിയിൽ സേവ് ആവുകയാണ്. നാളെ പരലോകത്ത് ചെന്ന് ആ മെമ്മറി കാർഡ് പുറത്തെടുക്കുന്ന ഒരു ലോകമുണ്ട്, അതാണ് പരലോകം. അല്ലാഹ് ആ ലോകത്ത് അത് മെമ്മറി കാർഡ് വെളിയിലെടുക്കുമ്പോൾ ഓരോ മനുഷ്യരും പറയുമത്രേ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പടച്ചവനെ, ഞാൻ ചെറുതും വലുതുമായി ചെയ്ത സർവകാര്യങ്ങളും സേവാണല്ലോ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞതുപോലെ പരലോകത്തിൽ അവന്റെ തുലാസിൽ അതാ നന്മതിന്മകൾ തൂക്കുന്നൊരു സമയം. അല്ലാഹ് ആ സമയം അവൻ പരിസരം മറന്നുപോകും. യാ ആയിഷ, യാ ആയിഷ, പരിസരം മറന്നുപോകും ആയിഷ. രണ്ടാമത്തെ സന്ദർഭം ഏതാണ്? وعند الصحف حتى ينظر بيمينه أخذ كتابه أو بشماله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കിതാബ് തരുന്നൊരു സമയം അല്ലാഹ് നന്മ തിന്മകളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു കിതാബ് തരുന്നൊരു സമയം. അല്ലാഹുവേ, മുൻഭാഗത്തോടെ വന്ന് വലത് കൈയിലാണോ എനിക്ക് കിതാബ് കൊണ്ടുവരിക, അതോ പിൻഭാഗത്തോടെ വന്ന് ഇടത് കൈയിലാണോ എന്റെ കിതാബ് കിട്ടുക? ആ സമയവും പരിസരം മറക്കും ആയിഷ, പരിസരം മറന്നു പോകും ആയിഷ, പരിസരം മറന്നു പോകും ആയിഷ. ആ എഴുതുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തത് വഇൻദ സിറാത്ത്, വഇൻദ സിറാത്ത്, വഇൻദ സിറാത്ത്. അവസാനത്തെ മൂന്നാമത്തെ ഘട്ടമേതാണ്? ആ പാലം, സിറാത്ത് എന്ന പാലം കിടക്കുന്ന ഘട്ടമാണ്. അത് കടന്നു പോകുന്ന സമയം ആര് നിലവിളിച്ചാലും നോക്കൂല, ഏത് ഉമ്മ വിളിച്ചാലും നോക്കൂല, ഏത് വാപ്പയാണെങ്കിലും നോക്കൂല. കാരണം അവിടെ കാലിടറിയാൽ നരകത്തിലാണ്, അതിനപ്പുറമാണെങ്കിൽ സ്വർഗമാണ്. അല്ലാഹുവേ, മിന്നൽ വേഗത്തിൽ സ്വർഗത്തിലെത്തുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ മുഴുവൻ ആളുകളെയും നീ ചേർക്കണേ അല്ലാഹ്. പക്ഷെ എല്ലാ സമയത്തും, ഞാൻ ചുരുക്കുകയാണ്, എല്ലാ സമയത്തും ഇടപെടാൻ പറ്റുന്ന ഒരാള് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളിനെ ഓർക്കൂല, പക്ഷെ ഒരാൾക്ക് മാത്രം ഇടപെടാൻ പറ്റും. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വഹ്ലനാ ഇല്ലാ സയ്യിദി ഖൈറൻ നബി ചല്ല അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع المبتغي
والحبيب العربي. ഉമ്മ പരിഗണിക്കാത്ത സമയം, വാപ്പയെ പരിഗണിക്കാത്ത സമയം, ഒരു വാപ്പയും ഒരു മകനെ ചേർത്ത് നിർത്താത്ത സമയം, ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം കണ്ണു കാണാത്ത സമയം, ആ സമയത്ത് ഇടപെടാൻ ഒരാളെ ഉള്ളൂ ഉമ്മ, ഒരാളെ ഉള്ളൂ പെങ്ങള്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് അന്ത ഉമ്മുൻ അമാബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ജല്ല അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ الشفيع الأبطحي والحبيب العربي. അല്ലാഹുവേ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിച്ചവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതം ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. റാഹത്തും റഹ്മത്തും ചൊരിയണേ അല്ലാഹ്. വിശിഷ്യ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്.